അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താരിയ മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്,
പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയല്ലേ. ആ ഒരു മനസ്സിലുണ്ടാണ് പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാൻ വേണ്ടി വലിയ എളുപ്പ പണികളൊക്കെ ഉണ്ട്. ഇന്നു മുതലാണെങ്കിൽ നിങ്ങൾ ഇവിടെ പിടിക്കാർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്ന് പെയ്യും. നോക്കിക്കോ, പല ഒരു കാര്യമേ ആദിമസഭയിൽ തന്നെ ഇതിൻ്റെ വെളിപാടുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അപ്പോസ്തലന്മാരിങ്ങനെ ഭാഷാപരത്തെ സംസാരിച്ചില്ലേ. അപ്പോൾ ഇതുമേക്കാർ, അതുപോലെ തന്നെ പേരയ, റോമാക്കാർ, അതുപോലെ തന്നെ എത്യോപ്യക്കാർ, എല്ലാവരും അവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾക്ക് എന്താണ് ഒരു വഴി, ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമോ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ പത്രോസിന് ഒരു ഉത്തരം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇത് വരുന്നത് ഒന്ന് പശ്ചാത്താപത്തിലൂടെയാണ് അല്ലേ. ആ പശ്ചാത്താപത്തിലൂടെ ആണ് നമ്മുടെ വിശ്വാസം നമ്മൾ സഭയെ അറിയിക്കുകയും സഭ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൽ ഉയർത്തുന്നതിൻ്റെയും വീണ്ടും വരുന്നതിൻ്റെയും അടയാളമാകുന്ന വെള്ളത്തിൽ നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യും. ശരിക്കും വെള്ളം ഉണ്ടാകത്തില്ല, അവർ വിശ്വാസപൂർവ്വം ജ്ഞാനസ്നാനം, എന്തുമാത്രം ആൾക്കാർ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരെ അവരെ ജ്ഞാനസ്നാനപ്പെടുത്താനോ ആരുമില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവാണ് രക്ഷകനെന്ന് ഉള്ളിലറിയാം. അവരത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ച് അവരതുപോലെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിത്യരക്ഷ കർത്താവ് കൊടുക്കും. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മളതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ദൈവം തീരുമാനിക്കട്ടെ. അതല്ലേ ഈശോ പറയണത്, നിങ്ങളിപ്പോൾ വിധിക്കേണ്ട, വിധിയല്ല മനുഷ്യപുത്രന്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. വിധി അതൊക്കെ പറയേണ്ടത് ആരാണ്? വിധിയല്ല. യോഹന്നാൻ 5:27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു. കർത്താവ് അന്ത്യവിധി സമയത്ത് നിന്റെ വിശ്വാസ ജീവിതം കാരണം നീ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തീരുമാനിച്ചോളൂ. കർത്താവിന് വിടാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കാൻ പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കുന്നത് പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ഒരു മാർഗമാണ്. രണ്ടാമത്തെ മാർഗം എന്താ? അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്നാനം സ്വീകരിക്കുവെന്ന് പറഞ്ഞ വാക്കില്ലേ, അതിൻ്റെ അകത്ത് ജലസ്നാനമുണ്ട്, അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. ആ ദാനം ലഭിക്കാനുള്ള സ്നാനവുമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രശ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ. അവരുടെ സാക്ഷ്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ അഡ്രസ്സ് ഇല്ലാത്ത, ബന്ധുക്കളെ സ്വന്തപ്പെട്ടൊരു ബൈസ്റ്റാൻഡർ ഇല്ലാത്ത കുറേ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാർഡുണ്ട്. അവർ നോക്കാനും ആരുമില്ല, തിരക്കാനും ആരുമില്ല, കൂടെ നിൽക്കാനും ആരുമില്ല.
അപ്പോൾ ഇവരുടെ അടുത്ത് പോയി രശ്മി തോമസ് സംസാരിക്കും. അവർക്ക് ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല, ഭക്ഷണത്തിന് അവിടെ കൊടുക്കാനുള്ള ഏജൻസിയും സംഘടനയൊക്കെ ഉണ്ട്. ഇവർ ചെയ്യണത് അവരോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു. അപ്പോൾ ഒത്തിരി പരദേശികളുണ്ടാകത്തില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ കർത്താവാണുള്ളത്. അതുകൊണ്ട് രശ്മി തോമസ് അവരെ പോയി സന്ദർശിക്കുകയും അവരുടെ കുശലങ്ങളും അവരുടെ കൂടെ ഇരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറയും. നമ്മുടെ സാന്നിധ്യം സംലഭമാക്കുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. കാരുണ്യപ്രവൃത്തിയുടെ എല്ലാ കാരുണ്യപ്രവൃത്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ ഉറവകൾ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിവസത്തിന് ഒരുങ്ങുമ്പോൾ നീ ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് നിങ്ങളുടെ കാരുണ്യപ്രവൃത്തികളിലെ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, ലുക്ക 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ വികലാംഗർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുവിൻ. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ, അതാണ് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം നൽകും. അപ്പം പകരം നൽകാൻ ഒന്നുമില്ല എന്നാണ് ഈശോ പറയണത്. പക്ഷേ പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവർക്ക് ആണ് നമുക്ക് പകരം നൽകാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമുള്ളത്. എന്താണ്? പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ പറ്റും. അതാണല്ല, ഞാൻ രോഗിയായിരുന്നു എന്നല്ലേ ഈശോ പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അല്ലേ അവരിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ ക്രിസ്തുവിനെയാണല്ലോ. പകരം നൽകാൻ ഒന്നും ഇല്ലെന്നങ്ങോട്ട് അടച്ച് പറയാൻ പറ്റത്തില്ല. പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ തരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ശുശ്രൂഷ ചെയ്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 5, 2022 അപ്പോൾ 3.5 വർഷത്തിന് ശേഷമാണ് ഞാൻ കാനഡയിലേക്ക് വരുന്നത്. ഒരു 3.5 വർഷമായി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. ഞാൻ അന്ന് സെപ്റ്റംബറിൽ ഇവിടെ ഉടമ്പടി, ഞാൻ കാനഡയ്ക്ക് പോകാൻ ആദ്യമായിട്ട് കാരണം ഉണ്ടായിരുന്നത്, ഹസ്ബൻഡ് ഖത്തറിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറേ നാൾ ഖത്തറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ എപ്പോഴും ഉള്ള ആഗ്രഹമാണ് ഞാൻ വർക്ക് ചെയ്യണം. അപ്പം അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും വർക്ക് ചെയ്യണം, ഒരിക്കലും വെറുതെ വീട്ടിലിരിക്കില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഖത്തറിൽ പോകാനായിട്ട് കുറേ നോക്കി. പക്ഷേ ഞാൻ പഠിച്ചത് സൈക്കോളജി ആയിരുന്നു. സൈക്കോളജി ആയ കാരണം തന്നെ അവരുടെ ലാംഗ്വേജ് അറബിക് ആയതുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു ഹമദ് എന്ന് പറഞ്ഞുള്ള ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ചു. പക്ഷെ അവർ ചോദിച്ചത് ഇൻ്റർനാഷണൽ ലൈസൻസ് വേണം എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഇല്ല. അങ്ങനെയാണ് ഞാൻ കാനഡയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ലൈസൻസിങ്ങിന് വേണ്ടി ഓടി, ഒന്നും റെഡി ആവുന്നില്ല. അങ്ങനെ IELTS എല്ലാം പാസ്സായി കാനഡയിലേക്ക് പോകാൻ വേണ്ടി എല്ലാം ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്തു. എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി, എല്ലാം കിട്ടി. അങ്ങനെ ഞാൻ, പക്ഷെ എൻ്റെ വിസ മാത്രം വന്നിട്ടില്ല. 3 months ആയിരുന്നു ഒന്ന് വിസയ്ക്ക് പ്രോസസ്സിങ് ടൈം. 4 months ആയിട്ടും എൻ്റെ വിസയുടെ പ്രോസസ്സിങ് ടൈം കഴിഞ്ഞിട്ട് എൻ്റെ വിസ വരുന്നില്ല. അപ്പോൾ കോളേജിൽ നിന്ന് ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് കോവിഡിൻ്റെ എല്ലാ റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റി. ഇനി മുതൽ ഓൺലൈൻ കോഴ്സ് എന്നുള്ളത് ഓഫ്ലൈൻ ആക്കാൻ പോവാണ്. അപ്പോൾ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഉള്ളവരെല്ലാവരും ഇൻ ക്യാമ്പസ് വരണം എന്നായി. പക്ഷേ എനിക്ക് എൻ്റെ വിസ വന്നിട്ടില്ല. എൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ അല്ല, ഓഫ്ലൈനാണ്, ഇൻ ക്യാമ്പസ് വരണം. ബിക്കോസ് സൈക്കോളജിയിൽ തെറാപ്പീസ് ഉള്ള കാരണം എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രക്ഷയില്ല. 19 lakhs ഇതിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. ഈ 19 lakhs ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫുൾ എമൗണ്ട് പോവും. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഞാനിത് കേൾക്കുന്നുണ്ട്. പണ്ട് തൊട്ടേ അപ്പയും എപ്പോഴും ഫെയ്ത്ത്ഫുൾ, ഞങ്ങൾ റിലീജിയസ് ആണ്. അച്ഛൻ പറഞ്ഞ പോലെ ഫെയ്ത്ത്ഫുൾ ആണ്. പക്ഷെ ഫിഡലിറ്റി എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഫെയ്ത്ത്ഫുൾ ഉണ്ടായിരുന്നു, റിലീജിയസ് ആണ്, സ്പിരിച്വൽ ആണോ, അതെ. പക്ഷെ ഫിഡലിറ്റി ഇറ്റ് വാസ് മിസ്സിങ്. ആ സമയത്ത് കറക്റ്റായിട്ട് പള്ളിയിൽ പോവും. കാരണം ചെറുപ്പം മുതലേ അമ്മാമ്മയുടെ കൂടെ പള്ളിക്ക് പോകണം. അമ്മയായാലും സ്ട്രിക്റ്റാണ്, സൺഡേ മാസിന് പോയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ റിലീജിയസ് ആയിട്ട് ഇങ്ങനെ സ്പിരിച്വലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചത്, ഞാൻ എൻ്റെ സ്റ്റഡി പെർമിറ്റ് റെഡി ആവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെ ഉടമ്പടി പാലിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പള്ളി പോവും, കുമ്പസാരിക്കും,
ന്യൂസ് പേപ്പേഴ്സ് കൊടുക്കും, അതെല്ലാം ചെയ്യും. പക്ഷേ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു, കാരുണ്യ പ്രവർത്തികൾ. എപ്പോഴും ഉള്ളിലൊരിതുണ്ടായിരുന്നു, ഓ അത് എങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരെന്നെ കാണില്ലേ, അതെൻ്റെ സ്റ്റാറ്റസിന് പറ്റുമോ, അത് റെഡിയാവോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കേട്ടിട്ട് പറയണത്, സ്റ്റാറ്റസ് അല്ല ഇമ്പോർട്ടൻറ്റ്, അതിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ ഉടമ്പടിയിലേക്ക് കയറുന്നത്. അന്ന് മുതൽ സ്റ്റാറ്റസ് എന്നുള്ള അതല്ല എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് ഞാൻ അത് മറ്റുള്ളവർ പറയണതാ, മറ്റുള്ളവർ പറയുന്നതിന് എന്തിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത് മാറ്റിവെച്ച് അന്ന് മുതൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾക്ക് ഇറങ്ങി തുടങ്ങി. ഇങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് പോണ സമയത്ത് എനിക്ക് ലിമിറ്റഡ് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇങ്ങനെ ഗ്രോസറി കൊണ്ടു കൊടുക്കും, പിന്നെ ഹോസ്പിറ്റൽസിൽ പോവുമായിരുന്നു. പിന്നെ ഞാൻ ആ സമയത്ത് ADHD ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള കുറച്ച് കേസസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു. പക്ഷേ എന്നാലും സംതിങ് വാസ് സ്റ്റിൽ മിസ്സിങ് എന്നുള്ളൊരു രീതിയിലായിരുന്നു. എന്നിട്ട് എൻ്റെ ഇത് വരുന്നില്ല, സ്റ്റഡി പെർമിറ്റ് വരുന്നില്ല. അവർ ഇമെയിൽ അയച്ചു, ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ കൺഫർമേഷൻ തന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എമൗണ്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ ഈ ഒരു ഡെഡ് ലൈൻ തന്നു, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ചു കിട്ടും, അല്ല ഈ ഡെഡ് ലൈനിന് ആഫ്റ്ററാണ് നിങ്ങൾ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തിനാ ഇത്രയധികം എമൗണ്ട് കളയണം, നിങ്ങൾക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് വേറെ എക്സാംസിന് പഠിച്ചിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ നോക്കിയാൽ പോരേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇതിനു വേണ്ടി കുറേ ഓടിയിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിയില്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഭയങ്കര സ്റ്റബേൺ ആയിരുന്നു ആ ഒരു ഡിസിഷൻ. പക്ഷേ ഞാൻ ഒരിക്കലും മാതാവിൻ്റെ ഡിസിഷൻ ചോദിച്ചിരുന്നില്ല. ഞാനിപ്പോൾ ഇതെൻ്റെ മെറിറ്റ്, ഇത് എനിക്കറിയാം ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്, എൻ്റെ അടുത്ത് ആരും എനിക്കറിയാം ഞാൻ എന്താ ചെയ്യാൻ പോണേന്നുള്ളതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചു, ഇത് എനിക്കുള്ളതാണെങ്കിൽ ഇതിന് എനിക്കിപ്പോൾ ഒരു ഉത്തരം തരണം. എനിക്കറിയില്ല, ഇപ്പോൾ ഇത് വലിയൊരു ഡിസിഷനാണ് ഞാൻ എടുക്കാൻ പോണേ. എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും പറയാണ് നീ നോ പറയണം, ഇത്രയും എമൗണ്ട് കളയാണ്. പക്ഷെ അപ്പയും അമ്മയും പറഞ്ഞു, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നീ പ്രാർത്ഥിച്ചിട്ട് ഡിസിഷൻ എടുത്തോളെ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ മനസ്സിൽ വന്നത്, പൈസ പോയിക്കോട്ടെ, ഇത് ഞാൻ വിശ്വസിച്ചിട്ട് ചെയ്യണതാണ്. ഞാൻ ഉടമ്പടി എടുത്തേക്കണത് ഫിഡലിറ്റി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫെയ്ത്തും റിലീജിയനും ഞാൻ കുറേ കാലമായില്ലേ പ്രാക്ടീസ് ചെയ്യണു, പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഫിഡലിറ്റി ഇപ്പോഴും എന്തുകൊണ്ടാണ് ഞാനത് മിസ് ചെയ്യണേ? അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ ഡിസിഷൻ കൊടുത്തു, ഞാൻ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാൻ പോവാ. അപ്പോൾ അവർ ഓഫ്ലൈൻ, ഞാൻ വെറുതെ മെയിൽ അയച്ചു അവർക്ക് എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളത് കുറച്ച് നാളോണി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നെക്സ്റ്റ് ഡേ അവർ റിപ്ലൈ തന്നു, ഒരു 3-4 മന്ത്സോണിയും ഈ പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സസ് അവർ കണ്ടിന്യൂ ചെയ്യാൻ പോവാന്നുള്ളത്. ആ ഓൺലൈൻ ക്ലാസ്സസ് എൻഡ് ചെയ്യാനായിട്ടും തൊട്ട് മുമ്പ്, അതായത് 90 ഡേയ്സ് ഞാൻ ഉടമ്പടി കവണൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ആ സമയമാകുമ്പോഴേക്കും എൻ്റെ വിസ വന്നു. പക്ഷെ ഹസ്ബൻഡ് റിജക്റ്റായി. അന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്ന ദിവസമായിരുന്നു. ഞാൻ തിരിച്ച് മെട്രോയിൽ പോണ സമയത്ത് ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസ റിജക്റ്റായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല തമാശ പറയല്ലേ, വിസ റിജക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് കുറേ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരിക്കലും കാനഡയിൽ പോകാനുള്ള ഒരു ആഗ്രഹവും ഇല്ല, ഇത് എടുക്കാൻ കാരണം രണ്ടുപേരും ഒരുമിച്ചാവും, എനിക്ക് ഖത്തറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഇനി കാനഡയിൽ പോകണില്ല, എനിക്ക് പോകണ്ട, പൈസ പോയിക്കോട്ടെ, ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അമ്മയും അപ്പയും പറഞ്ഞു, നീ എന്താ മണ്ടത്തരം കാണിക്കണം, എന്തോരം കഷ്ടപ്പെട്ടത്, ഇത്ര എമൗണ്ട് പോകണു. അപ്പോൾ ഉള്ളിലെ ഒരു വോയിസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും, നോ നീ എടുക്കരുത്, ആ ഡിസിഷൻ എടുക്കരുത്, നീ പോണം. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് ആ ഡിസിഷൻ എടുത്തു. ഓക്കെ, ഞാൻ പോവാം. ഒന്നും അറിയില്ല, അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടില്ല, ജോബ് എന്താ ചെയ്യാൻ പോണേന്ന് അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ബ്ലാങ്ക് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാൻ ഇറങ്ങിയ അന്ന് തന്നെ ബാക്കി എല്ലാവരും 2-3 മാസമാണ് ഓരോ റൂമിന് വേണ്ടി തപ്പുന്നുണ്ടായിരുന്നത്. എനിക്കൊരു ദിവസം പോലും തപ്പേണ്ട വന്നില്ല. എങ്ങനെയോ ആരോ കണക്ട് ചെയ്തിട്ട് എനിക്ക് നമ്പർ കിട്ടി. കുക്കു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു റൂമുണ്ട്, ചേച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിന്നോ, ഇത് ഇങ്ങനത്തെ ഒരു അപ്പാർട്ട്മെൻറ്റാന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹൗസാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഒരു ഡ്രൈവ് പോലും ഇല്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാനതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ലാൻഡ് ചെയ്ത അന്ന് തന്നെ എനിക്ക് കാനഡയിൽ ജോലിയും കിട്ടി. ലാൻഡ് ചെയ്തന്ന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ജോലി കിട്ടി. സിം എടുക്കണതായാലും എല്ലാ കാര്യത്തിനും എനിക്ക് വേണ്ടി ദൈവം ഒരാളവിടെ നിർത്തിക്കണ പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ അറിയേണ്ട വന്നിട്ടില്ല. അന്ന് മുതൽ
അന്ന് മുതൽ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ബുക്കുകളിൽ എഴുതി വെക്കായിരുന്നു. ഓ, ഇന്ന ദിവസം ഇന്നത് നടന്നു, ഇന്ന ദിവസം ഇന്നത് നടന്നു. ഇതൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല നടന്നിരിക്കണത്. കാരണം ആർക്കും ജോലി കിട്ടുന്നില്ല ആ സമയത്ത്. എനിക്ക് വന്നിറങ്ങിയ ഫസ്റ്റ് ഡേ തന്നെ ജോലിക്ക് എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ 3rd ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. പിന്നെയുള്ള 2 പ്രധാന കാര്യങ്ങൾ പറയാൻ, എൻ്റെ അടുത്ത് എപ്പോഴും മാതാവ് സംസാരിക്കുക ചെയ്യുക. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടിയിൽ നിന്ന് നീങ്ങി നിൽക്കുന്നു, അന്ന് എനിക്ക് മനസ്സിലാവും ഞാനത് കേൾക്കുന്നില്ല എന്നുള്ളത്. ആ സ്വരം ഞാൻ കേൾക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു ദിവസം ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങിയാലോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ, ഉടമ്പടി എവിടെയോ നീ പാലിക്കുന്നുണ്ട്. എപ്പോഴും സെൽഫ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓക്കെ, എന്താ നീ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കണത്. അതുപോലെ തന്നെ വേറൊരു കാര്യമായിരുന്നു, എനിക്ക് അവിടെ കാനഡയിൽ ഇപ്പം ഞാൻ അഡിക്ഷൻസ് കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു അപ്ലൈ ചെയ്യരുത്, കാരണം ഒത്തിരി ദൂരെയാണ് ആ വർക്കിന് പോകേണ്ടത്. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ഒന്നുമില്ല, ഭയങ്കര കൺട്രി സൈഡായിട്ടുള്ള സ്ഥലത്താണ് ജോലി. അപ്പം ഞങ്ങൾക്ക് കാറൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് കുറേ ചീത്ത പറഞ്ഞു, നീ എന്ത് കണ്ടിട്ടാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ പോണത്, എങ്ങനെ പോണേനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു, ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവാ, എന്തായാലും എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ വഴക്കായി, വേണ്ട, പോവണ്ട, ഇത് പറ്റില്ല, കിട്ടിയാൽ തന്നെ നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്ക് എന്തോ തോന്നുന്നുണ്ട് ഞാനിത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് പാസ്സായി. ഞാനും പ്രതീക്ഷിച്ചില്ല. നെക്സ്റ്റ് ഡേ 2nd റൗണ്ട് പാസ്സായി. 3rd റൗണ്ട് ഇൻ്റർവ്യൂവും പാസ്സായി. എനിക്ക് അവിടെ വർക്കിന് കയറി. അവർ തന്നെ എൻ്റെ നെക്സ്റ്റ് PR-ൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഒരിക്കലും എംപ്ലോയേഴ്സ് ഒരിക്കലും നമ്മുടെ PNP അല്ലെങ്കിൽ PR-ൻ്റെ ഒന്നിൻ്റെയും എമൗണ്ട് എടുക്കില്ല. പക്ഷേ എൻ്റെ ഫുൾ എമൗണ്ട് എടുത്തേക്കണത് അവരാണ്. എൻ്റെ ആദ്യം അവർ പറഞ്ഞു അവർ സപ്പോർട്ട് ചെയ്യില്ല, മാനേജ്മെൻറ്റ് മാറിയപ്പോൾ. പക്ഷേ എൻ്റെ PR-ൻ്റെ 1 രൂപ പോലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇറക്കേണ്ടി വന്നിട്ടില്ല. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ട് എങ്ങനെ ഞാനിപ്പോഴും തിരിഞ്ഞു നോക്കും, എന്തുകൊണ്ട് എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നി. ആ ചോദ്യം ചോദിക്കാനുള്ളത് എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ഓൾവേസ്. എപ്പോഴും ഓക്കെ, നീ ചോദിച്ചു നോക്ക്, എന്താ നിനക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പോകുന്നത്, ചോദിച്ചു നോക്ക്. അപ്പം എന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ചോദിക്കും, നീ എന്നാലും എങ്ങനെയാണ് അത് പോയി ചോദിക്കണേ. അപ്പം എനിക്കറിയില്ല, എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നും, ഞാൻ ചോദിക്കും, അതിനുള്ള ആൻസർ കിട്ടും. അത് എപ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെയാണ്. അത് എന്ന് ഞാൻ ഇഗ്നോർ ചെയ്തേക്കുന്നോ അന്ന് എനിക്ക് അവിടെ അപ്പം സ്റ്റക്കാവും. എനിക്കൊരിക്കലും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ആ വോയിസ് എപ്പോഴും ഹിയർ ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ഇപ്പം ഇന്ന് ഇവിടേക്ക് വരണത്, ഞങ്ങൾ May 6th ഇങ്ങോട്ട് വരാനായിരുന്നു. ഞാൻ മൺഡേ തിരിച്ചു പോവും. അപ്പോൾ May 6th ഞാനും ഹസ്ബൻഡും കൂടി വരാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് പനിയായി, എനിക്കും വയ്യാതായി, ഭയങ്കര ചൂടെല്ലാം കാരണം. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി കൃപാസനം പോക്ക് ഈ പ്രാവശ്യത്തിൽ മുടങ്ങി. പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു അത് വരാമെന്നുള്ളത്. അപ്പം അമ്മ പറഞ്ഞു ശനിയാഴ്ച എന്തുണ്ടെങ്കിലും ബസ്സിലായാലും നമുക്ക് പോവാം, ഞാൻ വരാം നിൻ്റെ കൂടെയെന്ന്. അങ്ങനെ ഫൈനലി ഐ മേഡ് ഇറ്റ് ഹിയർ. ഞാനിവിടെ വന്നിട്ട് ഇന്ന് സാക്ഷ്യം പറയാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴുള്ളൊരു കാര്യമാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഓടാമ്പലുകൾ തകർക്കുകയും ചെയ്യും. ഏഷ്യ 45:2. താങ്ക് യു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഗ്രോസറി വാങ്ങി കൊടുക്കുമായിരുന്നു എവറി വീക്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ ഞാനിങ്ങനെ എൽഡർലി പീപ്പിളിനെ നോക്കണ ഇതുണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഒരു ഫസ്റ്റ് ജോബ് ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ഞാൻ മറ്റേ ജോബ് കീപ്പ് ചെയ്തിരുന്നു. അതെനിക്ക് എമൗണ്ടിന് വേണ്ടിയല്ല, എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു, അവരുടെ കൂടെ അവരെ ഹെൽപ്പ്. കാരണം പെട്ടെന്ന് ദേഷ്യം വരും എല്ലാവർക്കും എൽഡർലി പീപ്പിളിനെ നോക്കണ സമയത്ത്. കാരണം അവരൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല. അവിടെയാണെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവരെ നോക്കാനായിട്ട്, അവരുടെ അടുത്ത് ചിരിക്കാനും. ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ എൻ്റെ ജോബിനായിട്ട് ഞാൻ എപ്പോഴും ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ ജോലിക്ക് പോകണം എന്നുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ നല്ലതാണ്, ഞാൻ ഇപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഒരു മൊത്തം ഫാമിലീനെയാണ് ഹെൽപ്പ് ചെയ്യണത്. ഒരാളുടെ അഡിക്ഷൻ മാറ്റാമെന്ന് പറയുമ്പോൾ ആ ഒരാൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, ആ ഒരു മൊത്തം ഫാമിലി കൂടി രക്ഷപ്പെടാണ്. അപ്പോൾ അത് എന്നും കാരുണ്യ പ്രവർത്തികളായിട്ട്. ഞാനിപ്പോൾ പുതിയ സ്ഥലത്തേക്ക് മൂവ് ചെയ്തപ്പോൾ ഞാൻ കൂടുതൽ ഓപ്ഷൻസ് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഹോംലെസ് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഇങ്ങനെ ഹൗസസ് ഉണ്ട്. അപ്പോൾ അവിടെ വോളണ്ടിയർ വർക്കിന് ഇങ്ങനെ
റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:11 ഇപ്രകാരം അരുളി ചെയ്യുന്നു: തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ. ആൻ മേരി അഗസ്റ്റീൻ തൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ തനിക്ക് കിട്ടിയിരുന്ന വളക്കൂറുള്ള മണ്ണിലെ ജീവിതം, ആത്മീയമായി പോഷണമൊക്കെ കിട്ടിയാണ് താൻ വളർന്നത്. പപ്പയും മമ്മിയും എല്ലാവരും പള്ളിയിൽ പോകും, താനും പോകും. അതിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അൻമേരി ഇവിടെ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് ഫിഡലിറ്റി ഇല്ലായിരുന്നു. ഈ ഒരു വിശ്വസ്തത, ഇതാണ് ഉടമ്പടിയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ നമ്മോട് കൂടെ പറയാറുള്ളത്. പ്രാർത്ഥിക്കാത്ത വ്യക്തികളല്ല നാം ആരും, എന്നാൽ എത്രമാത്രം നാം വിശ്വസ്തരാണ്. ഇന്ന് ഈ മകൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്ന വ്യക്തിയായിട്ട് ഇന്ന് എങ്ങനെയാണ് ആൻമേരി തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുന്നത്? പലരും നോ പറയുമ്പോഴും, വീട്ടിൽ ഹസ്ബൻഡാണെങ്കിലും പപ്പയും മമ്മിയും ഒക്കെ ആണെങ്കിലും പലതിനും നോ പറയുമ്പോഴും ഈ മകൾക്ക് ഉള്ളിൽ ഒരു ഫേം ഡിസിഷനാണ്. അതെവിടുന്ന് വരുന്നു? ഉടമ്പടിയുടേതായ ധൈര്യത്തിൽ നിന്ന്. അങ്ങനെ താൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത തനിക്ക് വർക്ക് വിസ കിട്ടി കാനഡയ്ക്ക് പോകുന്നതും, അവിടെ ചെല്ലുമ്പോൾ ഒന്നും അറിയില്ല, ആരുമില്ല ഗൈഡ് ചെയ്യാൻ. പക്ഷേ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് കൂടെയുണ്ട് ഗൈഡ് ചെയ്യാൻ. തനിക്ക് വേണ്ടി ആരെയോ അവിടെ ഒരുക്കി നിർത്തിയതുപോലെ, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ അതേ വചനങ്ങൾ തനിക്ക് വേണ്ടിയിട്ട്, തനിക്ക് ഒരു റൂം പോലും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ എത്രമാത്രം ഒരു ആശങ്കയോടെയാണ് ഓരോ വ്യക്തികളും കടന്നു ചെല്ലുക. ഈ മകൾക്ക് ഒന്നുമില്ല, എന്നാൽ അവിടെ ഒരു റൂമുണ്ട്, ഒരു ഫ്ലാറ്റിൽ നിന്ന് പറയാൻ ഒരാൾ, തനിക്ക് എയർപോർട്ടിൽ നിന്ന് തൻ്റെ റെസിഡൻസ് വരെ കൊണ്ടുപോകാനായിട്ട് എല്ലാറ്റിനും സിമ്മിൻ്റെ ഓരോന്നും ഈ മകളിവിടെ പരാമർശിക്കുന്നുണ്ട്. അതായത് തൻ്റെ ആ എടുത്തുചാട്ടം, അതായത് പോസിറ്റീവ് രീതിയിലുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്കുള്ള ഒരു കുതിപ്പ്, ഈ ഒരു കുതിപ്പാണ് ഈ മകളെ ദൈവം താങ്ങുവാനായിട്ട് തീരുമാനിക്കുന്നതിന് കാരണം. അങ്ങനെ തനിക്ക് ആരുമില്ല, ഒന്നുമില്ല, തൻ്റെ ജീവിതത്തിൽ മൊത്തം പൂർണ്ണമായിട്ടും ബ്ലാങ്കാണ്. എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയാം, അവിടെ ചെന്നാലുള്ള കണ്ടീഷൻ അറിയത്തില്ലാത്തപ്പോഴും ഉടമ്പടി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അമ്മ എന്നെ നോക്കിക്കൊള്ളും. അതാണ് ആൻമേരി ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞത്. അതിനൊക്കെ ഒരു ചങ്കൂറ്റം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പാണ് നസ്രായൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുക. ഈ നസ്രായനെ നാം കൂട്ടുപിടിക്കുമ്പോൾ തീർച്ചയായും അവൻ നമ്മെ കൂടുതൽ ചേർത്ത് നിർത്തും. അവൻ്റെ അമ്മ പറയും, മോനെ, ആ മോള് വന്നിട്ടുണ്ട്, അവർക്ക് അന്ന് കാനായിൽ പറഞ്ഞതുപോലെ അവൾക്ക് വീട് കിട്ടിയിട്ടില്ല, ജോലിയില്ല, അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ അമ്മ പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രിയായിട്ട് പിതാവായ ദൈവം പറഞ്ഞതിനൊക്കെ യെസ് എന്ന് മാത്രം പറഞ്ഞ അമ്മയ്ക്ക് പിതാവായ ദൈവം കൽപ്പിച്ചു കൊടുത്ത അധികാരം, സമയത്തിൻ്റെ മേലുള്ള അധികാരം, അതമ്മ പുത്രനോട് പറയുമ്പോൾ പുത്രൻ അവിടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുകയാണ്. അതാണ് ഇന്ന് നടക്കുന്ന ഉടമ്പടി ജീവിതത്തിൽ നാം കാണുക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെയും കുടുംബത്തെയും അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്രിജിറ്റ്, ഇതെൻ്റെ ഭർത്താവ് വിജേഷ്, എൻ്റെ മകൾ സാൻഷ്യ. ഞങ്ങൾ ചെല്ലാനത്ത് നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് 2023 ഒക്ടോബർ 18-നാണ്. ഉടമ്പടിയിലേക്ക് വരുന്നതിനുണ്ടായ സാഹചര്യം, എൻ്റെ ഭർത്താവ് വള്ളത്തിൽ വീണിട്ട് വലതുകാലിൻ്റെ മുട്ടിന് ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ഡോക്ടേഴ്സിനെ കണ്ടു, പക്ഷേ സർജറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഡോക്ടേഴ്സ് പറഞ്ഞില്ല. പിന്നീട് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഉടമ്പടി എടുത്തതിന് ശേഷം ഇനി
നമുക്ക് സർജറി ആണേലും എന്താണേലും വേറൊരു ഡോക്ടറിനെ കൂടി കണ്ടതിന് ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് തെന്നലുള്ളത് കൊണ്ടിട്ട് പൊട്ടലുണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് സർജറി ചെയ്തെന്നാൽ അത് ശരിയാവില്ല. എന്തായാലും 3 മാസം മരുന്ന് കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത നടപടി എന്താണേലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞാണ് വിട്ടത്. അതിനുശേഷം ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴേക്ക് ഡോക്ടറിനെ ചെന്ന് കണ്ടു. പക്ഷേ 3 മാസം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അപ്പോഴും ഉടമ്പടി തൈലം കാലിൽ തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സർജറി കൂടാതെ തന്നെ സുഖപ്പെടുത്തണമേ എന്ന് തന്നെയാണ് ഞാൻ ഈശോയോടും അമ്മയോടും പറഞ്ഞുകൊണ്ടിരുന്നത്. 3 മാസം ഡോക്ടർ പറഞ്ഞെങ്കിലും 1.5 മാസം ആയപ്പോഴേക്കും അതിനുള്ളിൽ തന്നെ ആൾ നടക്കാൻ തുടങ്ങി. കാരണം നടക്കുമ്പോഴേക്കും ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരടി വെക്കുമ്പോൾ തന്നെ മുട്ടിൻ്റെ ചിരട്ട തെന്നി ഒരു തരത്തിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പണിക്ക് പോകേണ്ട ആളാണ്. കുടുംബത്തിലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയെല്ലാം വന്നപ്പോഴേക്കും എനിക്ക് പരമാവധി പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞു, ഡിസംബർ 7-ാം തീയതിക്കുള്ളിൽ അമ്മ എനിക്കിതിനൊരു പരിഹാരം കണ്ടുതരണം, കാരണം മുന്നോട്ട് ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പണിക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 6-ാം തീയതി ഞങ്ങൾ മരുന്നിന് പോയി. അപ്പോൾ ഡോക്ടർ വീട്ടിലത്തെ സാഹചര്യം കൊണ്ടിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടറിനോട് ജോലിക്ക് പോകുന്ന കാര്യം ചോദിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോഴേക്ക് ഡോക്ടർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞത്, പണിക്ക് പോയി തുടങ്ങിക്കോ, കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്ന അമ്മ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി നന്ദി പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം മുതലാണ് ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയത്. ഇത് 2023 ഡിസംബറിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ എനിക്ക് അന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു MRI സ്കാൻ കൂടി എടുത്തതിന് ശേഷം വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരിയിലാണ് പിന്നെ സ്കാൻ ചെയ്തത്. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ മനസ്സിൽ സുഖപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പോടു കൂടിയാണ് ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ വചനമെടുത്തു. ബൈബിളിൽ വചനമെടുത്തപ്പോഴേക്കും എനിക്ക് കിട്ടിയത് പുറപ്പാട് 33:17 നീ ആവശ്യപ്പെട്ട ഈ കാര്യവും നിനക്ക് ഞാൻ ചെയ്തു തരും, എൻ്റെ നാൾ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം. ശരിക്കും ആ വചനം കിട്ടിയപ്പോഴേക്കും ഞാൻ ഒരുപാട് ആശ്വസിച്ചു. പക്ഷേ റിപ്പോർട്ട് തുറന്നു നോക്കിയപ്പോഴേക്കും ഞാൻ സങ്കടപ്പെടുകയാണ് ചെയ്തത്. കാരണം റിപ്പോർട്ടിൽ വ്യത്യാസമൊന്നും കണ്ടില്ല. എനിക്കത് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ രാവിലെ ഇവിടെ വന്ന് 10 മണിക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം 3:30 വരേക്കും ഞാൻ ഇവിടെ ഈ അൾത്താരയിൽ ഇവിടെ ഈ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഒത്തിരി കരഞ്ഞ് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞതല്ലേ, പക്ഷേ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട്, വചനം ഇങ്ങനെ, പക്ഷേ റിപ്പോർട്ട് ഇങ്ങനെ, എന്താണ് എനിക്ക് മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ല എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ വൈകിട്ട് പോകുമ്പോഴേക്കും ഇവിടെ ഈ കവാടം കടക്കുന്നതിനേക്കാൾ മുൻപ് എൻ്റെ ഉള്ളിൽ, കാരണം എനിക്ക് ഏറ്റവും വലിയ ഉള്ളിലിരുന്ന് ആരോ പറയുകയാണ്, നിനക്ക് ഏറ്റവും വലിയൊരു ഉറപ്പല്ലേ കിട്ടിയിരിക്കുന്നത്, കാരണം നീ ആവശ്യപ്പെട്ട ഈ കാര്യം ചെയ്ത് തരും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അതെൻ്റെ ജീവനേക്കാളും വിലയുള്ള ഒരു ഉറപ്പല്ലേ എനിക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പേടിക്കുന്ന എന്തിനാണ്? അങ്ങനെ ആ ഒരു ഇതിൽ പിന്നീട് മരുന്നൊന്നും ഞങ്ങൾ കഴിക്കുന്നില്ല, പണിക്ക് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും ഈശോയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എനിക്ക് സാക്ഷ്യം പെട്ടെന്ന് പറയണമെന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തി തരണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കൽ പോലും സൂചി കൊണ്ട് പോലും ആ കാലുകളിൽ ഒരു തുള്ളി പോലും ഒരു ഇതും വരാനായിട്ട് അനുവദിക്കാതെ ഈശോ എപ്പോഴും സംരക്ഷിക്കണം. എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്തു തന്നെയായാലും എനിക്കിപ്പോൾ സാക്ഷ്യം സുഖപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും എനിക്കതിലൊന്നും എനിക്കൊരു വിഷയമില്ല. എങ്ങനെയായിരുന്നാലും എനിക്കതിൽ കുഴപ്പമില്ല. എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുള്ളൂ. പക്ഷേ എനിക്ക് ചേട്ടൻ്റെ കാലുകൾക്ക് വേറെ ഒരു ഇതും വരാൻ പാടില്ല. അത് മാത്രമേ ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്നും അന്ന് മുതൽ ഇപ്പം ഇന്ന് വരേക്കും
ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് മരുന്ന്, അല്ലാതെ വേറെ ഒരിതും ചെയ്യുന്നില്ല. അതിനുശേഷം അതങ്ങനെ കണ്ടിന്യൂ ആയി മുന്നോട്ട് പോയി. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആൾ ജോലിക്ക് പോകുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞങ്ങളുടെ ജീവിതവും മുന്നോട്ട് പോവുകയായിരുന്നു. കാലിന് ഇങ്ങനെ ഒരു സൗഖ്യം നൽകിയ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ മാർച്ച് 2 ചേട്ടൻ ഐസ് എടുക്കാൻ വേണ്ടിയിട്ട് ഐസ് പ്ലാന്റിൽ ജോലിക്ക് പോകുന്നതിന് വേണ്ടി ഐസ് എടുക്കാൻ പോയതാണ്. ഐസ് പൊടിക്കുന്ന മെഷീൻ്റെ ഉള്ളിൽ ഐസ് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം പൊടി ഐസ് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് വേറെ പൊടി ഐസ് ഇട്ടിട്ട് മെഷീൻ ഈ ചേട്ടൻ ഐസ് എടുക്കുന്നത് ആ ഐസ് പ്ലാന്റിലത്തെ കൊച്ച് കണ്ടില്ല. അവൻ മെഷീൻ ഓൺ ചെയ്തു. കൈ അതിൻ്റെ ഉള്ളിലായിരുന്നു. ശരിക്കും ഐസ് പ്ലാന്റ് അതിൻ്റെ ആ മെഷീൻ്റെ ഉള്ളിൽ പോയെന്നാൽ കൈ കിട്ടുക എന്ന് പറയുന്നതിന് എന്തായാലും ഒരു വിരലിനെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആ രീതിയിൽ കിട്ടുകയുള്ളൂ. ഞാൻ ആ സമയം പള്ളിയിലായിരുന്നു, കുർബാനയ്ക്ക് പോയിരിക്കുമായിരുന്നു വൈകിട്ട്. ഞാൻ പള്ളിയിൽ തിരിച്ച് വീട്ടിലെത്തിയില്ല. വീട്ടിലെത്തുന്നേക്കാളും മുന്നേ എന്നെ വിളിച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഇറങ്ങി. ഞാൻ ചെല്ലുമ്പോഴേക്കും കാണുന്ന ചേട്ടനെ ആംബുലൻസിൽ കിടത്തിയിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആംബുലൻസിൽ കയറിയിട്ടില്ല. പക്ഷേ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമോ ഉപ്പോ ഒന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഈ ജപമാല ഇരിക്കുന്നത് 13 വർഷമായിട്ടുള്ളതാണ്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ ജപമാല എൻ്റെ ഈ കാശ് രൂപത്തിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും ഇല്ല. ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ചേട്ടൻ്റെ കൈയിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കൈ മൊത്തം കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു വിരലിൻ്റെ തുമ്പ് പോലും മുറിച്ച് കളയാൻ പറ്റരുത്. കാരണം ഒരു കുഴപ്പവും വരുത്താതെ തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ചു തരണം. ഞാൻ കാലിൻ്റെ കാര്യത്തിൽ ഞാൻ അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ സുഖപ്പെടുത്തിയാൽ മതി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഒരു ഇതും വരുത്താതെ എനിക്ക് തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചേട്ടനെ കണ്ട് എനിക്ക് ഒരു തരത്തിലും എനിക്ക് പിറ്റേ ദിവസം സർജറിയൊക്കെ പറഞ്ഞപ്പോഴേക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഡോക്ടർ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, അവരോട് പറഞ്ഞത് ചൂണ്ടുവിരലിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നോക്കണം, പക്ഷെ അത് മിക്കവാറും മുറിച്ച് കളയേണ്ടി വരുമെന്നുള്ള ഒരു ഇതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അവർ. ആ സമയത്ത് അവരെൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെ കണ്ടപ്പോഴേക്കും സർജറിക്ക് മുന്നേ ഡോക്ടർ കൊണ്ടുപോകുന്നതിനേക്കാളും മുൻപ് എൻ്റെ അടുത്ത് പറഞ്ഞു, വിരലിൻ്റെ കാര്യം നമുക്ക് നോക്കാം, പക്ഷേ ഞരമ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. കാരണം ഞരമ്പിൻ്റെ കാര്യം സർജറിയുടെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് അതുകൂടി കേട്ടപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. ചേട്ടന് 10 മണിക്ക് സർജറിക്ക് കയറ്റി. ആ നിമിഷം മുതൽ, അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് പിറ്റേ ദിവസമാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ അപ്പച്ചനെ കൊണ്ട് ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ വീട്ടിൽ നിന്ന് എടുപ്പിച്ചിരുന്നു. സർജറിക്ക് ചേട്ടനെ കൊണ്ടുപോകുന്നതിനേക്കാളും മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിലും കയ്യിലും ഞാൻ കുരിശടയാളം വരച്ചു. ഉടമ്പടി ഉപ്പ് ചേട്ടൻ്റെ നാവിൽ തൊട്ട് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് സർജറിക്ക് ഞാൻ ചേട്ടനെ കൊണ്ടുപോയത്. ഈ സർജറിക്ക് കയറ്റുന്ന ആ നിമിഷം മുതൽ ഞാൻ 10 മണിക്ക് ചേട്ടനെ കൊണ്ടുപോയ ആ സമയം തുടങ്ങി റൂമിൽ ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ ഇങ്ങോട്ട് വരണ്ട, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ മുറിയിൽ എൻ്റെ ഫോണിൽ തന്നെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ അവിടെ മുട്ടിമേ നിന്ന് കൈവിരിച്ച് പിടിച്ച് ജപമാല ചൊല്ലുകയാണ് ചെയ്തത്. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് വേറെ ആരുമില്ല, അമ്മ തന്ന ജീവിത പങ്കാളി തന്നെയാണ്, അമ്മ തന്നെ എന്താന്ന് വെച്ചെന്താ ചെയ്തതെന്നോളം എനിക്കൊരു കുഴപ്പം കൂടാതെ ചേട്ടനെ തിരിച്ചു തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ജപമാല ചൊല്ലി കണ്ണടച്ച് ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ കാണുന്നത് ചേട്ടൻ്റെ വലത്ത് കാലിൻ്റെ തൊടയുടെ അവിടെ ഇങ്ങനെ രോമം ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഷേവ് ചെയ്യുന്ന ആ ഒരു ഇത് ഞാൻ കാണുകയാണ്. എനിക്കത് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ച് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നിട്ട് ഞാൻ പിന്നെ പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു,
അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഒരു സൂചി കൊണ്ട് പോലും കാലിൽ കുത്താനായിട്ട് അനുവദിക്കരുത്, ചേട്ടനെ എപ്പോഴും കാത്തോളണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് കാലിൽ അങ്ങനെ കാണിച്ചത്? അമ്മ ഇപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണം, ചേട്ടയുടെ കാലുകൾക്ക് ഒരിതും വരുത്തരുതെന്ന് പറഞ്ഞു. 12:30 കഴിഞ്ഞതിന് ശേഷം എന്നെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ചൂണ്ടുവിരലിൻ്റെ എല്ലിന് പൊട്ടലൊന്നുമില്ല, അത് കുഴ തെറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെ പാട പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് ഇത് വന്നെങ്കിലും ഞരമ്പിൽ തൊട്ടിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട. 4 ആഴ്ചയോളം ബാൻഡേജ് ഇടണം, റെസ്റ്റ് എടുക്കണം, വേറെ പിന്നെ അതിനുശേഷം ഫിസിയോതെറാപ്പിയും ട്രീറ്റ്മെൻറ്റൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയാണ് ചെയ്തത്. അങ്ങനെ അതിനുശേഷം ഞാൻ ചേട്ടനെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ഞാനിങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. കാരണം പ്രാർത്ഥിച്ചപ്പോഴേക്കും ഇങ്ങനെ ഒരു ഇത് കണ്ടല്ലോ എന്ന് വിചാരിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന് ആളെ ഡ്രസ്സ് മാറ്റിയപ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കിയത് ഈ വലത്ത് കാലാണ് നോക്കിയത്. വലത്ത് കാലിൽ നോക്കിയപ്പോഴേക്കും ഞാൻ കണ്ടതുപോലെ തന്നെ ആ രോമം അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചേട്ടടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഇത് ഷേവ് ചെയ്തൊന്നും ഞാൻ കണ്ടില്ലടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഞാൻ കണ്ടു, എന്നെ അമ്മ കാണിച്ചു തന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ. കാരണം കാണിച്ചു തന്നപ്പോഴേക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇനി അവിടെ നിന്ന് എൻ്റെ ദശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെട്ടിയെടുത്ത് വെക്കാനാണോ എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് പെട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും പൊട്ടിക്കരഞ്ഞ അമ്മയോട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ തന്നെ തിരിച്ചു തന്നു എന്ന് പറയാൻ കാരണം വിരലുകൾക്കാണെങ്കിലും മുറിച്ച് കളയേണ്ട അവസ്ഥ അങ്ങനെ ഒന്നും വരുത്താതെ തമ്പുരാൻ എനിക്ക് തിരിച്ചു തന്നു. അതിനു മുന്നേ ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ 9ാമത്തെ പുതുക്കലിന് ഞാനിവിടെ വന്നപ്പോഴേക്കും അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും മുത്തുക്കുട തിരി ഒക്കെ എടുക്കും, പക്ഷേ മാതാവിനൊരിക്കലും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ പുതുക്കലിന് ഇവിടെ വന്നപ്പോഴേക്കും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ എല്ലാവരുടെ ടോക്കൺ വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ടോക്കൺ എൻ്റെതാണ്. അപ്പം ഞാൻ ഇനി അടുത്തതിനെ വിളിക്കോളൂ എന്ന് കരുതി ഞാൻ മാറി നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കാനായിട്ട്, അമ്മയുടെ അടുത്ത് നിൽക്കാനായിട്ട് ഒരാൾ വേണം, അടുത്ത ടോക്കൺ നമ്പർ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ബാക്കിൽ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ ബാക്കിൽ നിൽക്കാനല്ല അമ്മ പറയുന്നത്, തൊട്ടടുത്ത് നിൽക്കാനായിട്ടാണ്, ചേർന്ന് നിൽക്കാനായിട്ടാണ് പറയുന്നത്. ശരിക്കും ആ വാക്കുകൾ അന്ന് എന്നെ ഒരുപാട് സ്പർശിച്ചു. ഞാൻ ഇവിടെ നിന്ന് പിന്നീട് ഞാൻ പോയപ്പോഴേക്കും അതിനുശേഷം ഈ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും എൻ്റെ പ്രാർത്ഥനയിൽ ആദ്യമേ തന്നെ വരുന്നത് അമ്മ എന്നെ കൂടെ ചേർത്ത് നിർത്തിയല്ലോ, അതുപോലെ എൻ്റെ മരണം വരേക്കും എന്നെ കൈവിടാതെ തന്നെ ചേർത്ത് നിർത്തിക്കൊള്ളണേട്ടാണ് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്നെ അമ്മ എൻ്റെയും എൻ്റെ കുടുംബത്തെയും അമ്മ ചേർത്ത് നിർത്തി. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ കൈ കാണുമ്പോഴേക്കും അറിയാം ഈ കൈയിൻ്റെ ഈ ഒരു വശം വരേക്കും ഇവിടെ വരെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് ഞരമ്പിനെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം അല്ലാതെ മറ്റൊന്നുമല്ല. കാരണം അമ്മ ഈശോയെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ ആൾക്കാരിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അമ്മ എനിക്ക് അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ആഴ്ചയിൽ പൊതിച്ചോറുകൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ 3-4 എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ. പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ അത് ജാതി അങ്ങനെയൊന്നും നോക്കില്ല, പക്ഷേ അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സഹായം ചെയ്യും. പിന്നെ മാസത്തിലൊരു തവണ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവൾ ഉടമ്പടിയിലാണ്, ഞങ്ങൾ 2 പേരും ചേർന്ന് എരമല്ലൂർ ദിവ്യകാരുണ്യാശ്രമമുണ്ട്, അവിടെ 35ഓളം അമ്മമാരുണ്ട്. അവർക്ക് ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. ചില സമയത്ത് ഞങ്ങൾ പോകും, ചില സമയത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകും. എല്ലാവരും കൂടി പോയി ഒരു ദിവസം ആ അമ്മമാർക്ക് വേണ്ടി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടി ആ ഒരു ദിവസം ചിലവഴിച്ച് ഞങ്ങൾ തിരിച്ചു പോരും. അങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. ആത്മീയ ജീവിതം കുമ്പസാരം 2 ആഴ്ച, ചില സമയങ്ങളിൽ മാത്രം എനിക്ക് 3 ആഴ്ചയായി പോയിട്ടുണ്ട്. കുർബാന എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ എല്ലാ ദിവസവും തന്നെ സംബന്ധിക്കും. ഞായറാഴ്ച കുർബാന മുടക്കാറില്ല.
കുടുംബ പ്രാർത്ഥനയിൽ പങ്കാളിത്തമുണ്ട്, വചനവായന ഉണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന ദൈവത്തിന് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം എല്ലാ മാസവും വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ മക്കളും കൂടിയാണ് എല്ലാ വീട് വഴികളിലും കയറി ഇറങ്ങി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഉടമ്പടി ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ചാണ് ഓരോ പത്രവും കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഇനിയും മുന്നോട്ട് ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും എൻ്റെ മരണം വരേക്കും. അത് ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മരണം വരേക്കും ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്നും നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുന്നതല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 27-ാം അധ്യായം 22-ാം വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായും ശാരീരികമായും പലപ്പോഴും പല നഷ്ടങ്ങളുണ്ടായാലും അത് നമ്മുടെ നാശമല്ല. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, രോഗങ്ങളുമൊക്കെ ആവാം. പക്ഷേ വചനം പറയുന്നത് ദൈവം നമ്മെ രക്ഷിക്കുമെന്നാണ്. കഷ്ടതയിലും നാം നശിക്കില്ല എന്ന ഒരു വചനത്തിലുള്ള ഒരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു സംരക്ഷണവും പ്രത്യാശയുമാണ്. ബ്രിജിറ്റ് പത്രോസ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ തകർന്ന കപ്പൽ പോലെ ആ നിമിഷങ്ങളിൽ കടന്നുപോയ ഒരു ദൈവാനുഭവ സാക്ഷ്യമാണ്. കാരണം ഈ മകള് ഉടമ്പടിയിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടായിരുന്നു. വള്ളത്തിൽ നിന്ന് വീണ് കാലിൻ്റെ മുട്ടിലൊരു ലെഗമെൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അത് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും വളരെ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ മകള് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അതായത് സർജറി മാത്രമുള്ളായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ മകൾ പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകി അമ്മയുടെ ഇഷ്ടപ്രകാരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യുക. പക്ഷേ ഡിസംബർ 7-ന് മുമ്പ് ഒരു പരിഹാരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് ബ്രിജിറ്റ് പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ, സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അരികിൽ വന്നാണ് ഈ മകള് ഡിസംബർ 7 എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. പിന്നീട് ഡിസംബർ 6-ാം തീയതിയാണ് ഈ മകൾ പിന്നീട് വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക. അപ്പോഴാണ് സർജറി വേണ്ട എന്ന് പറയുകയും പിന്നീട് ആ കാല് സൗഖ്യപ്പെടുകയുമാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീടുണ്ടായിരുന്ന ഒരു വലിയ കഷ്ടതയുടെ സമയമാണ്. പക്ഷെങ്കിൽ ഈ ദുഃഖങ്ങളുടെ സമയങ്ങളിലും കഷ്ടങ്ങളുടെ സമയങ്ങളിലുമെല്ലാം അമ്മയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അനുഗ്രഹത്തിന്, ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്രിജിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു മെഷീനിൽ വെച്ച് കയ്യിൽ മുറിവുണ്ടാവുകയും ആ മുറിവ് സാധാരണ രീതിയിൽ ഒരു ചെറിയ മുറിവ് ആകാൻ സാധ്യത കുറവാണ്. കാരണം ഒരു മെഷീനിലാണ്. അതെന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഈ മകൾ ഉടമ്പടിയിലായിരുന്നു. ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിലകൊള്ളുന്ന ഒരു മകളാണ്, അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകള്. നമുക്കറിയാം, ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ സമയങ്ങളിലും തളരാതെ ധൈര്യത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെങ്കിൽ അത് കൃപാസനം ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ധൈര്യം കിട്ടുന്നത്. ഈ മകള് ആ നിമിഷങ്ങളിലൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ സുഖപ്പെടുത്തുക എന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ ആയിരുന്ന ഈ മകള് ഉടമ്പടി വസ്തുക്കളായ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലമാണ് ആദ്യം ഭർത്താവിൻ്റെ വലതുകാലിലുണ്ടായിരുന്ന ലെഗമെൻ്റെ സമയത്ത് ഉപയോഗിച്ചതും പിന്നീട് ആക്സിഡൻ്റ് സമയത്തും ഉടമ്പടി വസ്തുക്കളായ, നേർച്ച വസ്തുക്കളായ കാശുരൂപവും ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകന് ഒരു പ്രതീക്ഷയുമില്ലാന്ന ഒന്ന് വിചാരിച്ച കാര്യമായിരുന്നു. പക്ഷെങ്കിൽ അവിടെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ പെട്ടെന്ന് സൗഖ്യമാകാൻ സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷെങ്കിൽ ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ വിഷമഘട്ടങ്ങളിലെല്ലാം ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ബ്രിജിറ്റിന് സാധിച്ചു എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വചനം പറയുന്നത് പോലെ ധൈര്യമായിരിക്കണമെന്നും നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നുവെന്നാണ്. കപ്പൽ തകർന്നു പോകുന്നതല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ലെന്നാണ്.
ജീവിതത്തിൽ ഭൗതികമായിട്ട് ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേങ്കിൽ അവയൊന്നും നമ്മളെ തകർക്കാനാവില്ല. കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊന്നും നമ്മെ തളരാതെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈശോയും പരിശുദ്ധ അമ്മയുമാണ്. കൃപാസനം അമ്മയുടെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിലുള്ള കൊടുങ്കാറ്റിൽ ഭയപ്പെടാതെ ഉടമ്പടിയിൽ നിലകൊള്ളാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിന്ന് അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമുക്ക് കൃപ ലഭിക്കട്ടെ എന്ന് കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മെ ഓരോരുത്തരെയും സഹനങ്ങളുടെ സമയങ്ങളിൽ നമ്മെ ശക്തിപ്പെടുത്തുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബ്രിജിറ്റ് പത്രോസിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ, അതായത് സഹന സമയത്തുള്ള ധൈര്യത്തിനും തകരാതെ മുന്നോട്ട് പോകാനുള്ള ആ ശക്തി ലഭിച്ച ആ നിമിഷങ്ങൾക്കുമായിട്ട് നമുക്ക് നന്ദി പറയാം. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ എൻ്റെ മാതാവിനും തിരുകുമാറിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഫസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ തോമസ്, കൊല്ലം ഇരവിപുരം. ശിവ എന്നൊരു കമ്പനിയിൽ ആഫ്രിക്കയിലായിരുന്നപ്പോൾ അത് ആൽക്കഹോൾ കമ്പനിയായിരുന്നു. അത് കാരണം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത്, അന്നേരം എൻ്റെ ചേച്ചി ഇതാണക്ക് എനിക്ക് വാട്സപ്പ് വഴി അമ്മേനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇത് വചനങ്ങൾ അയച്ചു തന്നു തുടങ്ങി അമ്മയുടെ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം തിരിച്ച് നാട്ടിൽ വരികയും അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലെ ഒരു കമ്പനിയിൽ കയറി. അവിടെയും ശമ്പളം കുറവായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4/10/2025 5-8 പത്രവും കൊണ്ട് ഞാൻ ചെന്നൈക്ക് വണ്ടി കയറി. പലയിടത്തും കൊടുത്ത് പല പള്ളിയിലും കയറി. അവിടെ എന്നിട്ടും രക്ഷയില്ല. ചൂടും കാരണം ശമ്പളം വളരെ കുറവ് കാരണത്താൽ എനിക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. കേരളത്തിൽ ട്രൈ ചെയ്തപ്പോൾ 45,000 രൂപ ശമ്പളത്തിൽ എന്നെ വെൽറായിട്ട് ഒരു കമ്പനി എടുത്തു. ഞാൻ അവിടെ നിന്ന് ആ ജോലിയോടെ ഒരു 6 മാസം എന്ന് പറയാം USA പിന്നെ ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ഏപ്രിൽ 20-ാം തീയതി എനിക്ക് വിസ വന്നു. ഇവിടെ വന്ന് കാശുരവും നേർച്ച വസ്തുക്കളും ഇതെല്ലാം കൊണ്ടുപോകാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റിയിട്ടില്ല. അവിടെ ഉറങ്ങുന്നത് തന്നെ 12 മണിയാണ്. കാര്യം അങ്ങനത്തെ ഒരു ഗ്യാങ്ങായിപ്പോയി. എങ്കിലും 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. ആ പ്രാർത്ഥനയിൽ എനിക്ക് എൻ്റെ മാതാവ് തന്നത് ഏപ്രിൽ 20-ാം തീയതി എനിക്ക് വിസ വന്നു. 27-ാം തീയതി ടിക്കറ്റും വിസയും വന്നു. USA 20-ാം തീയതി ഞാൻ പോന്നു. ഇതിൻ്റെ സാഹചര്യം ഉണ്ടായത് എറണാകുളത്ത് ഒരു 15 പേരുണ്ടായിരുന്നു. അതിൽ എൻ്റെ പേരും കൂടെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം ഞാൻ റിഗിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ കാശ്മീരിലെ യുദ്ധത്തിൽ അത് സ്റ്റോപ്പായി. അത് കഴിഞ്ഞിരുന്ന് പിന്നെയും ഞാൻ ട്രൈ ചെയ്തു USA തന്നെ. പിന്നെയും മാതാവിനെ കൈവിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലത്ത് പ്രദക്ഷിണ പ്രാർത്ഥന അതൊരു ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ എന്നും ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി നമ്മൾ കണ്ണിൽ കാണുന്ന മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് നമ്മൾ തേടി വരില്ല. നമ്മൾ അങ്ങോട്ട് പോയാലും ശരി, നമ്മളെ കണ്ണു മുമ്പിൽ കാണുന്ന മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. പൈസ ആയാലും ശരി, ആഹാരം മേടിച്ചു കൊടുത്താലും ശരി, അത് മാതാവായിട്ട് നമ്മൾ കാണിച്ചു തരും. ഇതിൽ വേറെ വാക്കുകളില്ല ഇനി പറയാൻ. 1000 നന്ദി ഞാൻ പറയുന്നു. അമ്മ മാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി. ഞാൻ 2023 മെയ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷിയാണ്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കാലിലൊരു വേദന പോലെ വന്നിരുന്നു. ഞാനത് നല്ല വേദനയായിരുന്നു. കാല് നിലത്ത് ചവിട്ടാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് അവർ പഴുക്കാൻ മരുന്ന് വെച്ചു. എന്നിട്ടും കാലിന് തീരെ വേദനയ്ക്കൊരു കുറവുമില്ല. ഞാനങ്ങനെ 2-3 ദിവസം അത് കൊണ്ടു നടന്നിട്ട് അവസാനം ഞാനതെടുത്ത് മാറ്റിയിട്ട് തൈലവും കൂടെ വെച്ച് കെട്ടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ
ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുകയുണ്ടായി. അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ കൂടുന്നതിന് മുൻപായിട്ട് അപ്പോൾ ഓഗസ്റ്റ് മാസം എത്താറായി. ഓഗസ്റ്റ് മാസം എത്താറായപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറയുകയുണ്ടായിരുന്നു, എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ അഖണ്ഡ ജപമാല റാലിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ കാലൊട്ടും നിലത്ത് ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഈ വേദന കംപ്ലീറ്റ് എൻ്റെ അമ്മ തന്നെ എനിക്കിത് മാറ്റിത്തരണം എന്ന് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഞാനൊരു ധ്യാനവും മുടങ്ങാറില്ല, എല്ലാ ധ്യാനവും ഞാൻ കൂടും. അങ്ങനെ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി, ഒരു മകളുടെ കാലിൻ്റെ ഇടയിലുണ്ടായ ആ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിലുണ്ടായിരുന്ന വേദന എവിടെ പോയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് നല്ലതുപോലെ നടന്നു. പിന്നെ ഞാൻ നിത്യം കുർബാനയ്ക്ക് പോകും. ഒരു കുർബാന പോലും ഞാൻ മുടക്കാറില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ കൊമ്പസാരിക്കും. പിന്നെ എൻ്റെ ബൈബിൾ വായന എന്ന് പറയുന്നത് ആദ്യത്തെ അരമണിക്കൂർ പുതിയ നിയമവും അടുത്ത അരമണിക്കൂറുള്ളത് പഴയ നിയമവും. അങ്ങനെ ഒരു ദിവസം ഞാൻ 1 മണിക്കൂറാണ് എൻ്റെ ബൈബിൾ വായന. പിന്നെ ഞാൻ എല്ലാ മാസവും ഞാനിവിടെ ഈ അമ്മയുടെ ഈ അൾത്താരയിൽ ഇവിടെ വരുമായിരുന്നു. വന്നു കഴിഞ്ഞിരുന്നാൽ ഞാൻ 5 കെട്ട് പത്രം ഞാൻ വാങ്ങിക്കും. ഈ 5 കെട്ട് പത്രവും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഭവനങ്ങൾ തോറും കിടപ്പ് രോഗികളെ സന്ദർശനത്തിനായിട്ട് ഞാൻ പോകും. പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. എന്നാൽ കഴിവുള്ള വിധത്തിലെല്ലാം അവരെ ഞാൻ സഹായിക്കും. 2-3 ഭവനങ്ങളിൽ ഞാൻ പോയപ്പോൾ ഒരു കുട്ടി ഇതേപോലെ തളർന്ന് യൂറിൻ പോലും എടുക്കാൻ പറ്റാണ്ട് ട്യൂബിട്ട് കിടക്കുകയായിരുന്നു. കാലും തളർന്ന് കൈയും തളർന്ന് അവൻ്റെ പെടൽ വരെ ഒടുങ്ങുന്ന വിധത്തിലാണ് കടന്നിരുന്നത്. അങ്ങനെ ഞാനവിടെ മുട്ടുമേ നിന്നുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ ആ പത്രമൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം, അമ്മ നിനക്ക് സൗഖ്യം തരും, നിനക്ക് അമ്മ സൗഖ്യം തന്നു കഴിഞ്ഞിരുന്നാൽ നീ ആദ്യമായി നീ അമ്മയുടെ സന്നിധിയിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അവൻ അതുപോലെ ചെയ്തു. ഞാൻ 1 മാസം കഴിഞ്ഞിരുന്ന് ആ വഴി ഞാൻ പാസ് ചെയ്ത് പോയപ്പോൾ അവൻ ആ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞിരുന്ന് അവൻ പറഞ്ഞു, ചേച്ചി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് തൈലം കൊണ്ടുപോയിക്കൊണ്ട് അവൻ്റെ ആ നടക്കാൻ കാല് തളർന്നിരിക്കുന്ന ആ സ്ഥലങ്ങളിലെല്ലാം തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ മാസം ഞാൻ ചെന്നപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ബാത്റൂം വരെ പോയെന്ന് അവൻ്റെ വീട്ടുകാരെ എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവന് ഒരിച്ചിരി കൂടെ ഒന്ന് പാകമായി വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറയാമെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാൻ യേശുപ്പച്ചനും 1000 നന്ദി. ഇത് എൻ്റെ ബ്രദറാണ്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഇവൻ ആദ്യം ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഞാനിതെനിക്ക് സാക്ഷ്യങ്ങളിട്ട് കൊടുത്തിരുന്നപ്പോൾ അവനത് കേട്ടിട്ട് അവന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ചെറിയ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായതിൻ്റെ പേരിൽ അവൻ അവിടെ നിന്ന് പോരേ ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞവൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിരുന്നിട്ട് 2 മാസമായിട്ടും അവിടെ നിന്ന് തിരിച്ച് വിളിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവന് ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ആ കമ്പനിയിൽ ചെന്നപ്പോൾ അവിടെ 30,000 രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 30,000 രൂപ സാലറിക്ക് 3 മാസം വരെ അവൻ നിന്ന് ജോലി ചെയ്തപ്പോൾ അവനത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ ഈ ശമ്പളം കൊണ്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടൊരു ശമ്പളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഓച്ചിറയിലൊരു കമ്പനിയിൽ ജോലി കൊടുത്തു. അവിടെ 45,000 രൂപ സാലറി ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവൻ വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തത്. ആ പുറത്തോട്ടൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് ഇതണക്ക് അവനെ വിളിച്ചിരുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കാശ്മീർ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല. അവർ അതൊക്കെ അവിടെ നിർത്തിവെച്ചു. അത് കഴിഞ്ഞിരുന്ന് അവൻ വീണ്ടും ഈ കമ്പനി തന്നെ തുടർന്നു. 6 മാസക്കാലം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ UK ഒരു കമ്പനിയിൽ ഒരു ഏജൻസിക്ക് കൊടുത്തപ്പോൾ അവരവിടെ ഇവനെ വിളിച്ചു. അവിടുത്തെ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. അതെല്ലാം കഴിഞ്ഞ് തീർന്ന് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ പൈസ ഇത്ര 5 ലക്ഷം രൂപ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കൈവശം 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ജോലി ചെയ്ത ശമ്പളം തന്നെ നേരത്തെ ഒരിടത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചിട്ടി വെച്ച്. ആ ചിട്ടി നികന്നു വന്നപ്പോൾ ആ സാലറി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയും കൂടി 2 ലക്ഷം രൂപ ഞാൻ കൊടുത്തവനെ സഹായിച്ചു. അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയായി 1 മാസമായിട്ടും ടിക്കറ്റും വിസയും കയ്യിൽ കിട്ടുന്നില്ല. ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് കാശ്മീരല്ല, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അങ്ങനെ അത് കാരണത്താൽ 1 മാസം വീണ്ടും പുറകിലോട്ട് പോയി. അങ്ങനെ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും ഇവൻ ഒരു വചനം ഊരിവിടുമായിരുന്നു.
ഈശോയെ എൻ്റെ ദുഃഖമകറ്റി എനിക്ക് സന്തോഷമാക്കി തരണമേ എന്ന് അവൻ ജോലി ചെയ്യുന്ന ഓരോ സമയങ്ങളിലും ഈ വചനമായിരുന്നു അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് യുദ്ധങ്ങളെല്ലാം ഒരുവിധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ മാസം ആയപ്പോഴത്തേക്ക് വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി. വിസയും ടിക്കറ്റും റെഡിയായി കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് അവർ വീണ്ടും പറയുക ടിക്കറ്റിന് കുറച്ചുകൂടി പൈസ വേണമെന്ന്. വീണ്ടും പൈസ കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ടിക്കറ്റും വിസയും എല്ലാം കയ്യിൽ കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇവൻ 4 ദിവസമായിട്ട് കിടപ്പിലായിരുന്നു. പനി പിടിച്ചിട്ട് അനങ്ങാൻ പാടില്ലായിരുന്നു. അപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ചിട്ട് പറയാണ് ഇവന് നല്ല പനിയാണ്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാൻ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ രാത്രിയിൽ പോകാൻ ഒരു നിർവാഹവുമില്ല. അവൻ താമസിക്കുന്നത് വേറൊരു വീട്ടിലും ഞാൻ താമസിക്കുന്നത് വേറൊരു വീട്ടിലുമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അകലം ഇച്ചിരി ദൂരമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ എനിക്ക് പറ്റത്തില്ല, എൻ്റെ കുടുംബ പ്രാർത്ഥനയും മുടങ്ങും. അമ്മ മാതാവ് ഉണ്ടല്ലോ, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലല്ലേ അവനിരിക്കുന്നത്, അമ്മ മാതാവിനെ നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു അവനൊരു കാര്യം ചെയ്യും, ഇച്ചിരി കഞ്ഞി വെച്ചിട്ട് കഞ്ഞിയിൽ അമ്മയുടെ ഉപ്പ് സ്വല്പം ഇട്ടിട്ട് ഇച്ചിരി നല്ലപോലെ കൊടുത്തിട്ട് കിടത്താൻ പറഞ്ഞു. എന്ത് തന്നെയായിരുന്നു രാവിലെ തന്നെയാണ്. ഞാൻ അമ്മ മാതാവിനൊരു സമയം കൊടുത്ത് ഇന്ന് രാത്രി 10 മണിക്കകത്ത് വെച്ച് എനിക്കിതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം അമ്മ എനിക്കിത് കാണിച്ചു തരണം എനിക്ക്, അല്ലാതെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ ഉറങ്ങത്തില്ല. ഇന്ന് എൻ്റെ കൂടെ വരുന്ന വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവർക്കും ഞാൻ മറുപടി കൊടുക്കണം, നാളെ എനിക്കിവിടെ വന്നേ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അമ്മ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ കുടുംബ പ്രാർത്ഥനയും തുടങ്ങി. കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 9 മണിയായി. ഞാൻ വീണ്ടും ഇവനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഇച്ചിരി ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു ശരി എന്നാൽ നീ കിടന്നുറങ്ങിക്കോ, രാവിലെ ഞാൻ 5 മണിക്ക് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ട് 5 മണിക്ക് വിളിച്ചപ്പോൾ ഇവൻ നല്ല ഉറക്കമാണ്. ഞാനങ്ങനെ എൻ്റെ മൂത്ത ആങ്ങളയോട് ഞാൻ പറഞ്ഞു അവനെ വിളിച്ചിട്ട് പറ എഴുന്നേൽക്കാൻ പറ. അങ്ങനെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇവിടം വരെ വന്നെത്തി. ഇന്ന് ഈ സാക്ഷ്യങ്ങൾ പറയാൻ സഹായിച്ച അമ്മ മാതാൻ യേശുപ്പച്ചനും 1 കോടി പ്രണാമം. 3.5 ലക്ഷം രൂപയാണ് ടിക്കറ്റ് വിസയുടേത് കൊടുത്തിരിക്കുന്നത്. 1.25 ലക്ഷം രൂപ ടിക്കറ്റിൻ്റെതാണ്. ഈ ടിക്കറ്റിൻ്റെ പൈസയും ഫുഡും അക്കോമഡേഷനും എല്ലാം അവന് ഫ്രീ ആണ്. ടിക്കറ്റിൻ്റെ പൈസ 3 മാസത്തെ സാലറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അത് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയൊക്കെ ചെയ്തു തന്ന അമ്മമാതൻ യേശുപ്പച്ചനും 1 കോടി പ്രണാമം, നന്ദി പറയുന്നു. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. തനിക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പല അവസരങ്ങൾ അത് പിന്നീട് ഇന്നിപ്പോൾ ഒരു പുതിയ കമ്പനിയിൽ ഫുഡും അക്കോമഡേഷനും അതുപോലെ റീഫണ്ടും ഒക്കെ ആയിട്ട് തനിക്ക് ജോലി സാധ്യത തെളിഞ്ഞതിൻ്റെയും താൻ മെയ് 20-ാം തീയതി താൻ USA പോകുന്നതിൻ്റെയും ഒക്കെ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. സാക്ഷ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ അത് പറയുമ്പോൾ നാം ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുക. ദൈവം നമ്മെ നടത്തിയ വഴികൾ, ആ വഴികൾ നമ്മുടെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊരു അനുഭവമാകണം. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോഴതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞതുകൊണ്ടായില്ല. നമ്മളെ എങ്ങനെ ഉടമ്പടി ജീവിതം നമ്മെ എങ്ങനെ മുമ്പോട്ട് നയിച്ചു, ആ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കിട്ടിയ കൃപയാകുമ്പോൾ അതങ്ങനെ നാം സാക്ഷ്യം പറയണം. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് തീർച്ചയായും നമ്മുടെ ഒരു സാക്ഷ്യം കേട്ടിട്ടാകണം ഇതേപോലെ വേദനിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ അവർക്കൊരു ബോധ്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഓരോ സാക്ഷ്യവും വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടെ പറയുമ്പോൾ തീർച്ചയായും ദൈവനാമമാണ് മഹത്വപ്പെടുക. നമുക്ക് ഈ മകനെ ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിച്ച് തൻ്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയും അതുപോലെ തന്നെ തൻ്റെ സഹോദരിയുടെ ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു സൗഖ്യ അനുഭവം ഇവിടെ പങ്കുവെച്ചു. ആ മകളുടെ 3ാമത്തെ സാക്ഷ്യമാണെന്ന് നമ്മോട് പങ്കുവെച്ചത്. അപ്പോൾ തീർച്ചയായും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഈ മകൾക്കും അതുപോലെ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ ഇനിയും ഈ മകനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ സാക്ഷി സമർപ്പിക്കാം. കരങ്ങളടിച്ച് ആദ്യമേ തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എന്നെ എൻ്റെ കുടുംബത്തിനെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ. എൻ്റെ പേര് ജിസ്മി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോമി. ഞങ്ങൾ വാഴക്കുളം സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് ഇടവകമാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിന് കിട്ടിയൊരു രോഗസൗഖ്യമാണ്. ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴിയാണ് കിട്ടിയത്.
ആൾക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റീസ് ആയിരുന്നു, അതായത് ആമവാദം. 2020 മുതൽ ഇത് മൂലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ജോയിൻറ്റിന് മാറി മാറി വേദന വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം ഇംഗ്ലീഷ് മരുന്ന് ട്രൈ ചെയ്ത് നോക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ ഡോസ് കൂട്ടി നോക്കി, എന്നിട്ടൊന്നും രോഗം മാറുന്നില്ല. അവസാനം ഞങ്ങൾ ആയുർവേദത്തിലോട്ട് തിരിഞ്ഞു. 1.5 വർഷം ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് നോക്കി, അത് കഴിഞ്ഞ് ബാക്കി ആയുർവേദമായിരുന്നു ട്രൈ ചെയ്തത്. എന്നിട്ട് മാറുന്നില്ല, അത് അസുഖം കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മരുന്നും ഇല്ലാതെ കഴിക്കാതെയായി ലാസ്റ്റ്. അന്നേരമാണ് ഞങ്ങൾക്ക് 2020 മുതൽ കൃപാസനം പത്രം കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ അവർ എന്നാന്നൊന്നും പറയുന്നില്ലായിരുന്നു. പത്രം തരുന്നു, ഞങ്ങളത് കുറച്ച് വായിക്കും, പിന്നെ അതൊരു സാധാരണ ധ്യാനകേന്ദ്രം വന്നാണ് വിചാരിച്ചത് ഞാൻ. എന്നാലും ഞാൻ മാറ്റിയത് അവിടെ വെക്കുമായിരുന്നു ചെയ്തേ. അവസാനം ഈ രോഗം ഇത് ഇത്രയും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാതാവ് പറഞ്ഞതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടി, കൃപാസനത്തിൽ വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല, രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് മാതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് തൊട്ട് ഞാൻ കൃപാസനത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങും, ഉടമ്പടിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും തുടങ്ങി. അങ്ങനെ 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ രണ്ടുപേരും കുമ്പസാരിച്ചൊരുങ്ങി ഇവിടെ വന്നു. പക്ഷേ വന്നപ്പം താമസിച്ചു പോയി. 2:30 കഴിഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലെന്ന് പറഞ്ഞു. നേരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ കുറച്ച് നേരം മാതാവിനെ നോക്കി നിന്നു. പക്ഷേ ഞാനൊരു നന്മ പറഞ്ഞ ഓർമ്മയെ പോലും ചെല്ലിയില്ല. കാരണം എനിക്ക് അതുമാത്രം ബുദ്ധിമുട്ടും വിഷമമായിരുന്നു, അസുഖമൊക്കെ ആയതുകൊണ്ട്. അന്നേരം കുറച്ച് നേരം ഞാനിവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബറായി. ലാസ്റ്റ് വല്ലപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരുന്ന ജോയിൻറ്റ് പെയിൻ കണ്ടിന്യൂസ് ആയി, അത് മാറാതായി. കാലയിൽ മുഴുവൻ ജോയിൻറ്റിലായി, കൈക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറായി. ഒരു കൈയുടെ വിരൽ അനക്കാനും ഒക്കെ ബുദ്ധിമുട്ടിലോട്ട് ആകാൻ തുടങ്ങി. അന്നേരം സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറായി. ഒക്ടോബർ മാസത്തിൽ എനിക്ക് ഇനി ഏതായാലും ജോലിക്ക് തന്നെ പോകാൻ ഇനി കുറച്ചാൾ കഴിയുമ്പം ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ വരാൻ സാധിക്കുമല്ലാത്തതുകൊണ്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയാണ് ചെയ്തത്. ഒക്ടോബർ 4-ാം തീയതി പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അന്ന് തൊട്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 എഴുന്നേറ്റ് ചെല്ലുവാൻ തുടങ്ങി. 4 കഴിഞ്ഞു, 5-ാം തീയതിയായി. 5-ാം തീയതി തൊട്ട് ശകലം സിംറ്റംസൊക്കെ കുറയുന്ന പോലെ തോന്നി. 6 ഒക്ടോബർ 7-ാം തീയതി മാതാവ് കംപ്ലീറ്റായിട്ട് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പം ഞങ്ങൾ ഉടമ്പടിയിലല്ല, 7ൻ്റെ പ്രത്യേകത അറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് 7-ാം തീയതി മാതാവിൻ്റെ ഡേറ്റ് ആണെന്ന്. അത് മാതാവ് ഞങ്ങൾക്ക് തന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് 7-ാം തീയതി ഞങ്ങൾക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയത്. ഇപ്പം 3 വർഷത്തോടടുക്കുന്നു, യാതൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ഇനി എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. 2ാമത്തെ സാക്ഷ്യം, ഞങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ഒരു ഏജൻറ്റിന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഉടമ്പടിക്ക് മുമ്പാണ് ഞങ്ങൾ പൈസ കൊടുത്ത്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പല്ല. അത് പൈസ കൊടുത്തു. ഏകദേശം 5 വർഷത്തോളം ഞങ്ങൾ പിന്നെ മനസ്സിലായി ജോലി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ജോലിയും പൈസയും പോകുന്ന അവസ്ഥയായി. അന്നേരം ഞങ്ങൾ തിരിച്ചു ചോദിക്കാൻ നോക്കിയാൽ അവർ തരാമെന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നില്ല. 5 വർഷത്തോളം. അന്നേരം ഞങ്ങൾ ഉടമ്പടിയിലായതുകൊണ്ട് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചു, ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണമേ മാതാവേ എന്ന് പറഞ്ഞ്. മാതാവ് ഈ മാസം ജനുവരിയിൽ ഞങ്ങൾക്ക് അതുവഴി ചിലവായ മുഴുവൻ പൈസയും തിരിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. 5 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടി. കൊടുത്തിട്ട് 5 വർഷം കഴിഞ്ഞ്. ഞങ്ങളുടെ കൂടെയുള്ള പലർക്കും അത് കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ 2025 ജനുവരി മാസത്തേക്ക് ഹസ്ബൻഡിന് പനിയും ചുമയും വന്നു. പനി മാറി, എങ്കിലും ചുമ മാറിയില്ല, കണ്ടിന്യൂസ് ചുമ. അന്നേരം ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. എക്സ്റേ എടുത്തു. ഇപ്പം എക്സ്റേയിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു ഒരു അസുഖം മാറിയതുള്ളൂ, ഇനി അടുത്ത അസുഖം വേണ്ടി തുടങ്ങാൻ പോകുകയെന്ന് ഓർത്തു. ഞാൻ പ്രാർത്ഥിച്ചു. 5 ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റഡ് എക്സ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 5 ദിവസവും ഞാൻ ഉടമ്പടി തൈലം ചെസ്റ്റ് പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് എക്സ്റേയിലിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. 5 ദിവസത്തിന് ശേഷം എക്സ്റേ എടുത്തപ്പം യാതൊരു കുഴപ്പവും ഇല്ല എന്ന് മാതാവ് ഡോക്ടർ പറഞ്ഞു. ഇത് മാതാവ് നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പുറത്തിരുന്നപ്പോൾ മാതാവിൻ്റെ ശക്തമായ സുഗന്ധാഭിഷേകം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്കുള്ള
സാമ്പത്തികം വെച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പുറത്തിരിക്കുന്നവർക്കും അകത്തിരിക്കുന്നവർക്കും സാധിക്കുന്നവർക്ക് ഞങ്ങളെ കഴിയുന്നത്ര ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുമ്പിലെത്തുന്നത് ആൾക്കാർക്ക് ഞങ്ങൾക്ക് കഴിയുന്നത്ര ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര സാമ്പത്തികമായി സഹായം ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ വന്ന് പത്രം മേടിച്ച് വീടുകളിൽ കയറി ഇറങ്ങി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പത്രം കൊടുക്കാൻ പറ്റാത്തപ്പോഴാണെങ്കിലും അറിയാവുന്നവരോടെല്ലാം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. കൃപാസനത്തിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചെല്ലാം പറയാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടാണ് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയത്. ആളെല്ലാ ദിവസവും ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആൾ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കാണെങ്കിലും ഞങ്ങളിപ്പോൾ 2 പേരും ഉടമ്പടിയിലാണ്. ഞങ്ങൾ ബൈബിളൊക്കെ ഞാൻ വളരെ കുറച്ച് വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഞാനത് പൂർണ്ണമായി ഈശോനോട് സംസാരിക്കുന്നതെന്ന് പൂർണ്ണമായ ബോധ്യത്തോടെ ആണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. അരമണിക്കൂർ ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. ഒരു ദിവസം ഞാനിവിടെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു. അന്നേരം മാതാവ് എന്നോട് പറയാം, നീ നിൻ്റെ വീട്ടിൽ പോകുന്നത് പോലെ ആയിരിക്കണം നീ എൻ്റെ അടുത്ത് കൃപാസനത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന സ്ഥലം. അതിന് പകരം മാതാവ് എന്നോട് പറഞ്ഞു, നീ ഇനി തൊട്ട് കൃപാസനത്തിലോട്ടായിരിക്കണം വരുന്നതെന്ന്. അത് പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് ഇവിടം വരെ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഞാൻ ഉടമ്പടിയിൽ തന്നെയായിരിക്കും. ഞാൻ ഉടമ്പടിയിൽ ഇവിടെ നിയോഗം സമർപ്പിച്ചപ്പം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാതാവിന് നിയോഗം സമർപ്പിച്ചത്. ഞാൻ ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്നു. ഇവിടെ വന്ന് പുതുക്കാൻ ചില സമയത്ത് വരാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് മാറാത്ത ഒരു ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനം 4:7. വർഷങ്ങളായിട്ട് വിദേശത്ത് പോകുന്ന ഒരു വലിയ സ്വപ്നമായിട്ട് ഏജൻറ്റിന് ഒരു വലിയ തുക കൊടുത്തിരുന്നു. അത് കിട്ടുവാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചു. 5 വർഷത്തോളം ഓഫീസുകൾ കയറി ഇറങ്ങി പല വ്യക്തികളെ കണ്ടു. യാതൊരു ഫലവും ഉണ്ടായില്ല. ഉടമ്പടി എടുത്തപ്പോഴും ഉടമ്പടി നിയോഗമായി സമർപ്പിച്ചത് ആ ക്യാഷ് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിയോഗം സമർപ്പിച്ചത്. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 5 വർഷം നടക്കാതെ എന്ന കാര്യമാണ് ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ അവിടെയും ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഫുൾ എമൗണ്ട് ആയിട്ടാണ് തിരിച്ചു നൽകിയത്. 5 വർഷം കിട്ടാതിരുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പെട്ടെന്ന് ഇടപെടുകയാണ് ഇവരുടെ ജീവിതത്തിൽ. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ അസാധ്യമായ കാര്യങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നത് കൃപാസനം അമ്മയാണ്. ഈ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ നമ്മുടെ ഓരോ പ്രാർത്ഥനയും കേട്ട് നമ്മുടെ കണ്ണീർ തുടയ്ക്കുകയാണ്. ആ അമ്മയുടെ അരികിൽ വന്നാണ് ഈ മക്കളും പറഞ്ഞത്. 5 വർഷം സാധിക്കാത്ത കാര്യമാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ഉടമ്പടി ഉടനടി പരിഹാരം ഈ മക്കളുടെ ജീവിതത്തിൽ. ലൈറ്റ് എ കാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് വിതിൻ 2 days. ഇവിടെയും അമ്മ ഇടപെടുകയാണ് ഉടമ്പടി എടുത്ത ഉടനെ. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. പനിയും ചുമയുമായിട്ട് വന്നു. ചുമ നീണ്ടു നിന്നു, സൗഖ്യപ്പെടുന്നില്ല. അവിടെയും ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് രോഗസൗഖ്യം കിട്ടി. അതുതന്നെയുമല്ല, അമ്മയുടെ ഒരു പ്രത്യേക സാന്നിധ്യം മനസ്സിലാകാൻ സാധിച്ച സുഗന്ധാഭിഷേകത്തിലൂടെയാണ്. ഈശോ നമ്മൾ ഓരോ പ്രാവശ്യം അമ്മ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ട താമസം അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത് പലപ്പോഴും മഴവില്ലിൽ കൂടെയാണ്, സുഗന്ധത്തിൻ്റെ ആ സൗരഭ്യത്തിൽ കൂടെയാണ്. കാരണം നമുക്ക് അറിയാൻ മേലാത്ത, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, നമ്മളുടെ വേർഡ്സിൽ നമ്മുടെ വാക്കുകളിൽ വർണ്ണിക്കാൻ പറ്റാത്ത ഒരു സുഗന്ധത്തിൻ്റെ ഒരു സൗരഭ്യമാണ് അത് ഈ മകൾക്കും അമ്മയുടെ സാന്നിധ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈശോയും അമ്മയുടെയും സാന്നിധ്യമാണ് നമ്മെ മറ്റ് ജനതകളിൽ നിന്ന് ശ്രേഷ്ഠരാക്കുന്നത്. കർത്താവ് നമുക്ക് സമീപസ്ഥനായ പോലെ വേറെ ഏത് ജനമാനുള്ളത്? പഴയ നിയമത്തിലെ ഉടമ്പടിയാണ്. ഇന്ന് കൃപാസനത്തിലെ ഉടമ്പടിയാണ് നമ്മെ ശ്രേഷ്ഠ ജനതരാക്കുന്നത്, മറ്റ് ജനതകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കാം. രോഗങ്ങളും ഭയങ്ങളുമെല്ലാം, നമ്മുടെ ജോലിയില്ലായ്മയും കുടുംബ പ്രശ്നങ്ങളും കുടുംബ ബാധ്യതകളും
നമ്മുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ വിളിക്കുമ്പോൾ അങ്ങ് എനിക്ക് അടുത്തേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം വിളിച്ചമ്പഴിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ആ സമീപസ്ഥനായ ദൈവത്തിൻ്റെ സാമീപ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ജിസ്മി ജോമിക്കും കുടുംബത്തിന് ലഭിച്ച, പ്രത്യേകിച്ചും ഉടമ്പടി പത്രം കൊടുത്തപ്പോൾ ഇവരെ പറഞ്ഞത്, ആദ്യം ഒരു പത്രം കിട്ടിയപ്പോൾ എനിക്കൊന്നും അറിയില്ല, കൊണ്ടുവന്ന വ്യക്തി ഒന്നും പറഞ്ഞില്ല എന്നാണ്. പക്ഷെങ്കിൽ ഇവരിപ്പോൾ പത്രം കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കിട്ടിയ ദൈവാനുഭവം, കൃപാസനം അമ്മയുടെ ഇടപെടലും പറഞ്ഞുകൊണ്ടാണ് ഓരോ പത്രവും മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷിത പ്രവർത്തനം അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ഇവരുടെ ശ്രമവും ഈശോയും അമ്മയും കാണുകയും ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തത്. ജിസ്മിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങൾ. മാതാവിന് സ്തുതി. എൻ്റെ പേര് പത്മലാൽ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് ചിറങ്കീഴ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ചേച്ചി വഴി അറിഞ്ഞിട്ടാണ്. ഞാനിവിടെ വരാനായിട്ടുള്ള മെയിൻ റീസൺ തന്നെ എനിക്ക് ജോലിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും എൻ്റെ നല്ലൊരു ജീവിതം നയിക്കാനും വേണ്ടിയിട്ടും ആണ് കൃപാസന മാതാവിലോട്ട് വരാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ മാതാവിൻ്റെ വീഡിയോകൾ കാണുകയും അതിലൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഇതുപോലുള്ള ആളുകളുടെ പ്രാർത്ഥനകളും എല്ലാം മാതാവ് സാധിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കൃപാസനത്തിലോട്ട് വരികയായിരുന്നു. കൃപാസനത്തിലെത്തിയ ശേഷം എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളവർ പറഞ്ഞു, ഉടമ്പടി എടുത്താൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നടക്കും, ആഗ്രഹിച്ചതുപോലെ മാതാവ് സാധിച്ചു തരുമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടി എടുക്കുകയും മാതാവിന് വേണ്ടി ഞാനിവിടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതിലുപരി ഇവിടെ നിന്ന് പോകുമ്പോൾ തിരി, തൈലം, പിന്നെ ഉപ്പ്, കൃപാസന മാതാവിൻ്റെ ഉപ്പ്, ഇതെല്ലാം എനിക്ക് കിട്ടുമായിരുന്നു. ഇതെല്ലാം വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും സ്ഥിരമായി പ്രാർത്ഥിക്കുകയും പിന്നെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് പത്രവും ലഭിച്ചിരുന്നു. ഈ പത്രവും പിന്നെ ഈ പത്രം നമ്മുടെ ഹോസ്പിറ്റലുകളിലും പിന്നെ നമ്മുടെ പള്ളികളിലും ഞാൻ പോകുന്ന സമയത്ത് ഇത് വിതരണം ചെയ്യും. അതും മാതാവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരെയും കൂടെ ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പിന്നെ അവർക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടും ഞാൻ അവർക്ക് പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ പത്രം കൊടുക്കുകയും പിന്നെ എൻ്റെ പണ്ടേ കൊച്ചിലെ ആഗ്രഹമായിരുന്നു ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ എന്നാൽ കഴിയുന്നത് എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ പങ്ക് കൊടുക്കണമെന്നുള്ളത്. അത് കൃപാസന മാതാവിലൂടെ എനിക്ക് സാധിക്കുകയും ഞാൻ ഇവിടെ വീട്ടിൻ്റെ ഈ പള്ളി വീട്ടിൻ്റെ അടുത്തുള്ള വെട്ടിക്കാട് പള്ളിയുടെ അടുത്ത് ഒരു വൃദ്ധസദനം ഉണ്ടായിരുന്നു. ആ വൃദ്ധസദനത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ വൈകിട്ട് അവർക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള ഫണ്ട് കൊടുക്കുകയും പറ്റുന്ന വെള്ളിയാഴ്ചകളിൽ ഫുഡ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അത് എൻ്റെ ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് ഞാൻ മനസ്സിലാക്കി. എനിക്കത് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നാൽ പറ്റുന്ന ജോലികൾ ചെയ്യുകയും കിട്ടുന്ന പൈസ ശേഖരിച്ച് വെച്ച് ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിലൂടെ ഞാൻ നിരന്തരം പ്രാർത്ഥനയിൽ മുഴുങ്ങി ഡെയിലി രാവിലെ 5 മണിക്ക് എനിക്ക് രാവിലെ എഴുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് മാതാവിൻ്റെ വിശ്വാസം വന്നതോടെ ഈ സാക്ഷ്യങ്ങൾ കേട്ട് ആൾക്കാർക്ക് നല്ല പോലുള്ള ജീവിതം നയിക്കുന്നത് കണ്ടിട്ടും അവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചതുകൊണ്ടും പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യവും നടക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണരുകയും ചെയ്ത് നിരന്തരം പ്രാർത്ഥിക്കുകയും എന്നാൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം പള്ളികളിൽ പോവുകയും ചെയ്യുമായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ എനിക്ക് മാതാവിൽ വിശ്വാസം വന്നതോടെ അങ്ങനെ എല്ലാ പള്ളികളിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് നടന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവ് എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, മാതാവ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ
അത് നിരന്തരം വന്നിട്ട് ഞാൻ വീട്ടിൽ പോയി വീണ്ടും എൻ്റെ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടണമെന്നാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് എൻ്റെ വീട്ടിലെ കൂടെയുള്ള കൂട്ടുകാരെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ജോലി കാര്യങ്ങളായിട്ട് അവർ രക്ഷപ്പെടാനും ഓരോരോ വഴിക്കായി. അങ്ങനെ വർഷങ്ങൾ തോറും പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ടാണ് എനിക്കിവിടെ ജോലി വേണമെന്ന് ആഗ്രഹിച്ച് മാതാവിനെ കാണാൻ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ചേച്ചി കല്യാണം കഴിച്ച ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ വിസിറ്റ് വിസ എടുത്ത് പോയി നോക്ക്, ചിലപ്പോൾ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസിറ്റ് വിസ എടുത്ത് ഗൾഫിൽ പോയ സമയത്ത് പോണതിന് മുമ്പ് മാതാവിനെ ഒന്ന് കണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ ഇങ്ങനെയാണ് ജോലിക്ക് വേണ്ടി ഞാൻ പോവുകയാണ്, മാതാവേ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചാണ് പോയത്. ജോലി കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഞാൻ അത്രയ്ക്കും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഗൾഫിലെത്തിപ്പെട്ടതിന് ശേഷം വിസിറ്റ് വിസ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എനിക്ക് താമസവും ഫുഡും കാര്യങ്ങളെല്ലാം, എന്നാലും അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1-2 ഇൻ്റർവ്യൂകൾ പോയി അറ്റൻഡ് ചെയ്തു, ഒന്നും നടന്നില്ല. പിന്നെ 1-2 എനിക്ക് പറ്റിക്കപ്പെട്ടു, പൈസ കൊടുക്കേണ്ടി വന്നു, പറ്റിക്കപ്പെട്ടു. എന്നിട്ട് ഞാൻ കൈവിട്ടില്ല. ഞാൻ എൻ്റെ മാസം തീരുന്നു ആ സമയത്ത് വേറൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്യാൻ കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല, എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അൽമറായ് എമിറേറ്റ്സ് കമ്പനി എന്ന് പറയുന്ന ദുബായിലുള്ള ഡയറി കമ്പനിയിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അവിടെ ചെന്നിട്ടും ഞാൻ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്നും ഉടമ്പടി തൈലം, ഉപ്പ് ഇൻ്റർവ്യൂവിന് പോണതിന് മുമ്പ് തന്നെ തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് നാക്കിൽ പുരട്ടുകയും ചെയ്ത് കഴിച്ച് മാതാവിൽ വിശ്വസിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇൻ്റർവ്യൂവിൽ എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും, പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടുമെന്നൊരു ചെറിയ വിശ്വാസത്തിലാണ് ഞാൻ പോയത്. അങ്ങനെ പോയ ഇൻ്റർവ്യൂവിന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, വിളിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വരുന്നു, ഇങ്ങനെയാണ് എനിക്ക് ജോലി റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഒരു തുടക്കമാണ് ഈ വിശ്വാസം. എന്നിട്ട് ഞാൻ മാതാവിനോടുള്ള പ്രാർത്ഥനയൊന്നും നിർത്താതെ ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ വീണ്ടും എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് നാട്ടിൽ അയച്ചു കൊടുത്ത് അവർക്ക് ഈ വൃദ്ധസദനത്തിൽ അവർക്കുള്ള ഫുഡിനുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുമായിരുന്നു. പിന്നെ ഡെയിലി രാവിലെ 5 മണിക്ക് കഴിച്ച് പ്രാർത്ഥനയിൽ തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ് നാക്കി പുരട്ടി കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഈ സമയങ്ങളിലും എൻ്റെ മനസ്സിൽ ഈ ഓഫർ ലെറ്റർ വന്ന വിശ്വാസത്തിലും ഞാൻ കൈവിട്ടില്ല മാതാവിനെ. എനിക്ക് അടുത്തവർ എന്നെ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ജോലി ഇന്ന ഡേറ്റിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു ആശ്വാസമായ കാര്യം, ഞാൻ നാട്ടിൽ തന്നെ എനിക്ക് ജോലിയില്ല, ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ജോലി കിട്ടാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി എനിക്കൊരു സ്വപ്ന തുല്യം തന്നെയായിരുന്നു. അങ്ങനെ അവർ വിളിച്ച് ജോലി തരാമെന്ന് പറഞ്ഞു. ജോലി കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ജോലിക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത സമയത്തും മാതാവിനോടുള്ള പ്രാർത്ഥന കൂടി. കാര്യം നമ്മൾ ആഗ്രഹിച്ച് വന്ന് കാര്യം മാതാവ് സാധിച്ചു തന്നു. അതുകൊണ്ട് എനിക്ക് ആ ആഗ്രഹം സാധിച്ചതിൽ മാതാവിനോട് വിശ്വാസം കൂടി, വീണ്ടും പ്രാർത്ഥന കൂടി. ഞാൻ ജോലിക്ക് പോയി. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ എനിക്ക് 12 മണിക്കും 1 മണിക്കും പോകണം. ഡയറി കമ്പനി ആയതുകൊണ്ട് വെളുപ്പിനെ എഴുതിക്കണം. പിന്നെ ഭയങ്കര പാടായിട്ട് തോന്നി. എനിക്ക് തിരിച്ച് വരണമെന്നൊക്കെ തോന്നി. ഒന്നിന് ഞാൻ മടി കൂടാതെ പിടിച്ച് നിന്നിട്ട് ജോലിക്ക് മാതാവിൽ പ്രാർത്ഥിച്ച് ഡെയിലി രാവിലെ എഴുതിക്കുമ്പോഴും പോകുന്നത് 12 മണിക്കായതുകൊണ്ട് അതിന് മുമ്പ് എഴുതിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് വൈകിട്ട് വരുന്നത് 4-5 മണിക്കാണ്. എന്നിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് നിരന്തരം പോകാനുള്ളൊരു ധൈര്യവും ശക്തിയും മാതാവ് തന്നു. എനിക്ക് അതിലൊരു പിന്നെ ഒരു ജോലിയോട് ചെയ്യാനൊരു ആത്മാർത്ഥതയും തോന്നി. അത് കഴിഞ്ഞ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു UAE ലൈസൻസ് എടുക്കണമെന്ന്. കാര്യം എൻ്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ എടുക്കുന്നതായിട്ടും അവിടെ ഇങ്ങനെ ലൈസൻസ് എടുത്താലേ ഉപയോഗം വരുള്ളൂ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ള പൈസ വെച്ചും കടം വാങ്ങിച്ചും ഞാൻ UAE ലൈസൻസ് എടുത്തു. 3 മാസം 1-1.5-2 മാസം കൊണ്ട് തന്നെ ഞാൻ ആ ലൈസൻസ് എനിക്ക് നേടിയെടുക്കാൻ പറ്റി. ആ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴും ഞാൻ മാതാവിനെ കയ്യിൽ പിടിക്കുകയും മാതാവിൻ്റെ കുരിശ് അന്ന് മുതൽ എനിക്ക് ജോലി കിട്ടിയ അന്ന് മുതൽ ഞാൻ മാതാവിനെ കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എപ്പോഴും എൻ്റെ കൈകളിൽ
ഞാൻ എവിടെ പോകുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും, എവിടെ പോകുമ്പോഴും തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പ്, കൃപാസന മാതാവിൻ്റെ ഉപ്പ് നഖിൽ കഴിക്കുകയും ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എനിക്ക് അതിലൊരു വിശ്വാസമുണ്ട്. കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ലൈസൻസിന് പോയി, ടെസ്റ്റിന് പോയി, ലൈസൻസ് കിട്ടി. എനിക്ക് ഫസ്റ്റ് ടെസ്റ്റ് തന്നെ ലൈസൻസ് കിട്ടുകയും ചെയ്തു. ലൈസൻസ് കിട്ടി കയ്യിലിരിക്കെ നമ്മുടെ കമ്പനിയിൽ ഡ്രൈവിംഗ് ജോലിയുണ്ട്, സെയിൽസ് ഫീൽഡാണ്. അപ്പോൾ സെയിൽസ്മാൻ ആയിട്ടുള്ള വേക്കൻസി ഉണ്ട്. പക്ഷേ എൻ്റെ കമ്പനി, ഡയറി കമ്പനി, ആ കമ്പനി യുഎയിൽ തന്നെ നമ്പർ 1 കമ്പനിയാണ്. അവിടെ പ്രൊമോഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. 5-6 കൊല്ലമായിട്ട് പ്രൊമോഷൻ കിട്ടാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ലൈസൻസ് കിട്ടി. ഒരു മാസത്തിൽ തന്നെ അടുത്ത അൽമറായിൽ എന്നെ ലൈസൻസ് വേറെ ഉണ്ട്. ഞാൻ മാതാവിലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആ ടെസ്റ്റിന് എന്നെ വിളിച്ചു. ആ ടെസ്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ ഗൾഫിൽ പോയിട്ട് 4 മാസം ആവുന്നുള്ളൂ. എന്നെ അടുത്ത അൽമറായുടെ ലൈസൻസ് ടെസ്റ്റിന് വിളിക്കുന്നു. ഞാൻ അവിടെ ചെന്നു. അവിടെ വീണ്ടും വണ്ടി ഓട്ടിക്കുന്നു. എനിക്ക് നാട്ടിൽ കാറ് പോയിട്ട് എനിക്ക് ഒരു വലിയ വണ്ടി ഒന്നും ഓട്ടിക്കാറുണ്ടോ. അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ വരെ ഓട്ടിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. ഫസ്റ്റ് ടെസ്റ്റ് ഒരു 3 മാസത്തേക്ക് എനിക്ക് കിട്ടുന്നു. ആ 3 മാസത്തിനുള്ളിൽ അവർ പറഞ്ഞു ഈ ലൈസൻസ് വെച്ച് കുറച്ചുകൂടെ പരിശീലിച്ചിട്ട് വന്നാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസമില്ല. കാര്യം എന്നെ വണ്ടി ഓട്ടിക്കാൻ അത്രയ്ക്ക് അറിയില്ല, തെളിയൊന്നും അറിയില്ല. വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ മുഴുകി. കാര്യം മാതാവ് ഉണ്ടെങ്കിൽ എന്ത് സാധിക്കും എന്നുള്ളൊരു മനസ്സ് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ആ ഒരു ധൈര്യം വെച്ചിട്ട് പ്രാർത്ഥനയിൽ മുഴുകാൻ തുടങ്ങി. ജോലി എത്ര ഡിഫിക്കൽട്ട് ആയാലും ജോലിക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, വരുമ്പോഴും പ്രാർത്ഥിക്കും. കഷ്ടപ്പെട്ട് മാതാവിനെ കൂടെ കൂട്ടി അടുത്ത 3 മാസം ടെസ്റ്റ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ടെസ്റ്റിന് വിളിച്ചു. 3 മാസം പറഞ്ഞിട്ട് 1 മാസം ആയപ്പോൾ തന്നെ വിളിച്ചു. വീണ്ടും വിളിച്ചിട്ട് അവരെന്ത് ചെയ്തു, എന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് എങ്ങനെയെന്നറിയില്ല, ഞാൻ നേരത്തെ ചെയ്യുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് കിട്ടി. സ്പോട്ടിൽ തന്നെ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറയുന്നു നാളെ മുതൽ സെയിൽസ്മാനായിട്ട് ജോയിൻ ചെയ്തോളാൻ. കാര്യം 4 മാസം ഞാൻ ഇവിടുന്ന് പോയിട്ട് 4 മാസമേ ആവുന്നുള്ളൂ. എനിക്കവിടെ സെയിൽസ്മാനായിട്ടുള്ള ജോലി കിട്ടി. സെയിൽസ്മാൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വിത്ത് സെയിൽസ് ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്. കാര്യം അവിടെ 5, 6, 7 കൊല്ലമായിട്ട് ഓരോരുത്തർ കഷ്ടപ്പെടുന്നുണ്ട് ലൈസൻസ് എടുക്കാനും, അതിനുപരി അവർക്ക് അവിടെ ഒരു പ്രൊമോഷൻ നേടിയെടുക്കാനും. എൻ്റെ സ്റ്റാറ്റസ് മാറി, എൻ്റെ റെപ്യൂട്ടേഷൻ മാറി. എനിക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ജോലി എന്നെ ഒരു 5 മാസം കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് എൻ്റെ ഒരു കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റത്തില്ല. കാരണം അതിന് അങ്ങനെ ഒരു ഫോർമാലിറ്റീസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത്രയും വലിയ കമ്പനികളിലൊക്കെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടണമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ മാതാവ് തന്നെയാണ് സത്യം പറയാലോ. ഇതിന് ഒന്നും പറയാനില്ല. എല്ലാവരും മാതാവിൽ വിശ്വസിക്കുക. നാളൊരു സമയത്ത് നിങ്ങളും ഇതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, മറ്റന്നാൾ പ്രാർത്ഥിച്ചു, നിർത്തരുത്, തുടരുക. ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. കയ്യിലുള്ള പൈസ വെച്ച് കുറച്ചൊക്കെ സഹായം ചെയ്യുക. പത്രങ്ങൾ കൊടുക്കാൻ പറ്റുന്നിടത്തൊക്കെ കൊടുക്കുക. മാതാവിൽ അത്രയും വിശ്വസിക്കുക. നിങ്ങൾ നാളെ ഈ സമയത്ത് ഇവിടെ വന്നിരുന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ വെക്കേഷൻ വന്നപ്പോൾ ഇത് പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി, നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. എനിക്ക് ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ വളരെ പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അറച്ചറച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ധൈര്യത്തോടെയാണ്. അത് ഈ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ അച്ഛൻ എനിക്ക് എൻ്റെ തലേ തൊട്ട് എനിക്ക് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിന്ന് പ്രസംഗിക്കുന്നത്. സത്യം പറയാലോ, ഞാനാണ് പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് എല്ലാവരും പ്രാർത്ഥിക്കുക. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളെ ആഗ്രഹം സാധിച്ച് നിങ്ങളിവിടെ നിന്ന് പ്രസംഗിക്കേണ്ട ഒരു അവസരം വരും എന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാത്തിനും മാതാവിനെ വിശ്വസിക്കുക. മാതാവ് നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും. താങ്ക് യു. പ്രഭാഷകൻ 34:19 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ്. പത്മലാൽ എന്ന ഈ മകൻ്റെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. വളരെ സാധാരണമായ സാഹചര്യത്തിലുള്ളത്. കൂടെയുള്ളവർക്കൊക്കെ ജോലി കിട്ടി പറന്നു പോകുമ്പോൾ തനിക്ക് ഒരു വഴിയും തുറക്കാതെ ക്ലേശിക്കുന്ന നാളുകളിലാണ് അമ്മ മാതാവിനെ തേടി മകൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത്. അമ്മയോടുള്ള സ്നേഹമാണ് മകനെ ശരിക്കും സ്വാധീനിക്കുന്നത്.
മകൻ്റെ വാക്കുകളിലും ഉടമ്പടി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മകൻ എടുത്തതായിട്ടല്ല, ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മയെ സ്നേഹിക്കുകയും ചെയ്യാനാവുന്ന ശുശ്രൂഷകളൊക്കെയും സന്തോഷത്തോടെ നിർവഹിക്കുകയും പ്രാർത്ഥനയിൽ ഒരല്പം പോലും വ്യതിചലിക്കാതെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ച് കൊടുക്കുന്നതുമാണ് മകൻ സാക്ഷ്യപ്പെടുത്തിയത്. മകൻ പറയുന്നുണ്ട്, ജോലി കിട്ടിയിട്ടല്ല, ജോലി തേടിയാണ് മകൻ വിദേശത്തേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നെത്തി മകൻ്റെ പരിശ്രമങ്ങളിൽ മകൻ പോലും അത്ഭുതപ്പെടുന്ന കമ്പനികളിലാണ് മകന് ജോലി ലഭിക്കുന്നത്. അത് ക്ലേശകരമായിരുന്നുവെങ്കിലും അമ്മ മാതാവ് തന്നെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ, ഉടമ്പടി തൈലത്തിൻ്റെയും ഉടമ്പടി ഉപ്പിൻ്റെയും നിരന്തരമായ പ്രയോഗത്തിലൂടെ ആ ക്ലേശകരമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ മകനെ സഹായിക്കുകയും സ്ഥിരോത്സാഹത്തോടെ അധ്വാനിക്കുവാൻ മകന് കഴിവ് കൊടുക്കുകയും ഒപ്പം മകനുള്ള പൈസ സ്വരുക്കൂട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് എടുക്കുവാനായി മകൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. മകൻ പറയുന്നത്, നാട്ടിൽ അങ്ങനെയൊന്നും ഡ്രൈവിംഗ് പോലും അറിയാതെ ഞാൻ പോയ വ്യക്തിയാണ്. അവിടെ ചെന്ന് ഡ്രൈവിംഗ് എടുക്കുവാനും ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് പോലും മാറും വിധം കൂടുതൽ മേൽഗതിയിലേക്ക് മകൻ ഇന്ന് സെയിൽസ്മാനായി ഉയർത്തപ്പെടുകയും ചെയ്തു. വളരെ ഷോർട്ട് ടൈമിലുള്ള സാക്ഷ്യ അനുഭവങ്ങളാണിത്. മകൻ പറയുന്നുണ്ട്, കഴിഞ്ഞൊരു 4 മാസം 5 മാസം കൊണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ കൊണ്ട് അമ്മ മാതാവ് നിരന്തരം എന്നെ നയിച്ചു കൊണ്ടിരുന്നു. എന്നെ തന്നെ അമ്മ പൊതിഞ്ഞു സൂക്ഷിക്കുകയും സ്നേഹിച്ച് പരിപാലിക്കുകയും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിച്ചുകൊണ്ട് എന്നെ ഉടമ്പടിയുടെ സാക്ഷിയാക്കിയെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ഒരു ഉറപ്പുള്ള സംരക്ഷണം നമുക്ക് തരുന്നുണ്ട്. അത് തകർന്നു പോകാതിരിക്കുവാനുള്ളതാണ്, മനസ്സിൻ്റെ സ്ഥൈര്യം നഷ്ടപ്പെടാതിരിക്കുവാനുള്ളതാണ്, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള സംരക്ഷണമാണ്. നാം ഉടമ്പടിയിൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിച്ചു തുടങ്ങുമ്പോൾ ഉടമ്പടി തന്നെ നമുക്ക് വഴികൾ തെളിച്ചുകൊണ്ടിരിക്കും. മകൻ പറയുന്നുണ്ട്, ഞാൻ ചെന്നിടത്തൊക്കെയും എനിക്ക് അപ്രാപ്യമെന്ന് കരുതിയ ഇടങ്ങളിലൊക്കെയും അമ്മ എന്നെ കൈപിടിച്ച് നടത്തി എന്നെ സഹായിക്കുകയായിരുന്നുവെന്ന. മകൻ്റെ വാക്കുകളിൽ അമ്മയോടുള്ള സ്നേഹമേ ഉള്ളൂ. അസാധ്യമായത് നിസ്സാരമായി ദൈവം അനുഗ്രഹിച്ച് നൽകിയതിൻ്റെ നന്ദിയേ ഉള്ളൂ. മകന് ലഭിച്ചതുപോലെ നമ്മളെയും ഉടമ്പടി ഉയർത്തുവാൻ അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അക്രൈസ്തവ മകന് എത്ര കണ്ട് ദൈവസ്നേഹത്തോടു കൂടി ജീവിതം മാറ്റിമറിക്കുവാൻ ഉടമ്പടി സഹായിച്ചുവെന്ന് ഏറ്റുപറയുകയാണ്. നമുക്ക് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. നമുക്ക്